കഥ തുടരുന്നു. അപ്പോൾ നമുക്ക് പോയേക്കാം, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട്. സാറേ, നിലവിളിച്ചുകൊണ്ട് സരസമ്മ SIയുടെ മുന്നിലെത്തി. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവനെ കൊണ്ടുപോകരുത്. പക്ഷേ ഗിരിധരൻ അത് ശ്രദ്ധിച്ചില്ല. പോലീസുകാർക്ക് അയാൾ നിർദ്ദേശം നൽകി. അവർ അവനെ ബൊലോറയിൽ കയറ്റി. കൊണ്ടുപോകല്ലേ സാറേ. ജീപ്പ് മുന്നോട്ട് നീങ്ങിയപ്പോൾ സരസമ്മ ഗേറ്റ് വരെ ഓടി. പോലീസ് വണ്ടി പോയി 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കലാധരൻ്റെ കാർ അവിടെ എത്തി. ഭാര്യ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് പന്തിക്കേട് തോന്നി. കാർ നിർത്തി. അയാൾ തല പുറത്തേക്ക് നീട്ടി. എന്താടി? മോനെ പോലീസുകാർ കൊണ്ടുപോയി, അവർ കരഞ്ഞു. എന്തിന്? കലാധരൻ്റെ കണ്ണുകൾ ഇടുങ്ങി. അവനാണ് പ്രഭാകരനെ കൊന്നതെന്ന്. എപ്പോഴാണ് കൊണ്ടുപോയത്? ഇപ്പം. കൂടുതലൊന്നും ചോദിക്കാതെ കലാധരൻ മുറ്റത്തേക്ക് കയറ്റി കാർ തിരിച്ചു. വന്ന വഴിക്ക് പാഞ്ഞു പോയി. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തന്നെ അയാൾ സെൽഫോൺ എടുത്ത് തോട്ടൻ രാജനെ വിളിച്ചു. താൻ എവിടെയുണ്ട്? മണ്ണാരപ്പെട്ടിയിൽ. മറയൂർ ടൗണിൻ്റെ പേരാണ് മണ്ണാരപ്പെട്ടി. എന്താ ഡോക്ടറെ? ഒരു അത്യാവശ്യമുണ്ട്. താൻ കാൽവിൻ ലോഡ്ജിൻ്റെ മുന്നിൽ നിൽക്ക്, ഞാനിപ്പം വരും. ഡോക്ടർ ആക്സിലേറ്റർ അമർത്തി. കരിമ്പിൻ പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡ് വഴി കാർ ചീറിപ്പാഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് അയാൾ കാൽവിൻ ലോഡ്ജിന് മുന്നിലെത്തി. രാജശേഖരൻ കാത്തു നിന്നിരുന്നു. കയറ്. ഡോക്ടർ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. തോട്ടൻ രാജൻ കയറി. എന്താ? ആകെ തകർന്നടോ. ഇത്തരം മക്കൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അയാൾ കാർ മുന്നോട്ട് വിട്ടു. ഡോക്ടർ, കാര്യം പറ. കലാധരൻ ചുരുക്കി പറഞ്ഞു. 1-2 നിമിഷത്തേക്ക് മിണ്ടാനായില്ല തോട്ടൻ രാജനും. ശേഷം തിരക്കി. അവനങ്ങനെ ചെയ്യുമോ? പോലീസ് കൊണ്ടുപോയതിൽ എന്തെങ്കിലും കാര്യം കാണാതിരിക്കുമോ? ഞാനൊന്നും പറഞ്ഞാൽ ആ SI കേൾക്കത്തില്ല. പിന്നെ എന്തു ചെയ്യും? അതിനാ തന്നെ കൂടി വിളിച്ചത്. രാജശേഖരൻ ചിന്തയോടെ തലയാട്ടി. എങ്കിലിനി നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളേയുള്ളൂ, ധർമ്മരാജൻ സാറ്. അതെ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ചന്ദനമരങ്ങൾക്കിടയിലൂടെ കാർ ഓടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരമായി സുഖദേവ് ഫോണിനരികിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ നിമിഷം പിന്നിടുമ്പോഴും അയാൾക്ക് ഉത്കണ്ഠ ഏറിക്കൊണ്ടിരുന്നു. അവസാനം ഫോൺ ശബ്ദിച്ചു. പരുന്തുകോഴി കുഞ്ഞിനെ റാഞ്ചു പോലെ സുഖദേവ് അതെടുത്തു. അപ്പുറത്ത് പ്രതീക്ഷിച്ച ആൾ തന്നെ, SI ഗിരിധരൻ. സുഖദേവ് സാറേ, അവനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. അവൻ കുറ്റം സമ്മതിച്ചു. സുഖദേവിൻ്റെ മുഖത്ത് സന്തോഷം മിന്നി. അപ്പോൾ SIയുടെ ശബ്ദം വീണ്ടും കേട്ടു. സാറ് അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ടാണ് എനിക്ക് കുറ്റവാളിയെ പിടിക്കാൻ കഴിഞ്ഞത്. താങ്ക്സ്. അവൻ എങ്ങനെയാണതിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞോ? ഒറ്റയ്ക്കോ അതോ? അതേക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാ. ഞാൻ സാറിനെ പിന്നീട് വിളിക്കാം. ഫോൺ കട്ടായി. സുഖദേവ് ദീർഘമായി നിശ്വസിച്ചു. തൻ്റെ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് SI ഗിരിധരൻ ക്യാബിനിൽ നിന്ന് ഇറങ്ങി. പോലീസ് കലേഷിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അവൻ്റെ ഇരുകവളിലും തിണർത്തി കിടക്കുന്ന കൈവിരൽ പാടുകളുണ്ട്. പോലീസ് സ്റ്റേഷനിലെ പെരുമാറ്റ രീതി കലേഷിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറുകയാണവൻ. അതിനാൽ 2-3 അടി കിട്ടിയപ്പോൾ തന്നെ സത്യം പറയാൻ തയ്യാറായി. ബാക്കി പറയടാ. റൈറ്റർ ഒച്ച ഉയർത്തി. എന്നെ തല്ലിയ പ്രഭാകരനോട് എനിക്ക് അടങ്ങാത്ത പക തോന്നി. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിയില്ല. അതിനിയും അങ്ങനെ തന്നെയായിരിക്കും. കേട്ടുകൊണ്ടുവന്ന ഗിരിധരൻ മേശയിലേക്ക് പകുതി കയറിയിരുന്നു. ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത നിന്നെ ഭൂമിയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് അപകടമല്ലേടാ? കലേഷ് SIയെ ദയനീയമായി നോക്കി. ബാക്കി പറഞ്ഞോ. കലേഷ് നാവനക്കി. അയാളോട് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. വെളുപ്പിന് അയാൾ ഒറ്റയ്ക്ക് പശുവിനെ കറക്കാൻ പോകുന്ന വിവരം എനിക്കറിയാമായിരുന്നു. അപ്പോൾ 2 കൊടുക്കണമെന്നേ ആദ്യം കരുതിയുള്ളൂ. ആരും അറിയാതെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. അപ്പോഴാണ് സൈക്കിളിൻ്റെ ബ്രേക്ക് കേബിൾ ശ്രദ്ധിച്ചത്. ഒരു പ്ലെയർ എടുത്ത് അത് മുറിച്ച് ഉള്ളിലെ ഇരുമ്പ് റോപ്പ് വലിച്ചൂരിയെടുത്തു. അപ്പോൾ കൊല്ലാൻ തന്നെ നീ തീരുമാനിച്ചു, ഒരു പോലീസുകാരൻ പറഞ്ഞു. ഇല്ല സാറേ, ആ കേബിള് അയാളുടെ കഴുത്തിൽ കെട്ടിയിട്ട് മറ്റേ അറ്റം പശുവിൻ്റെ കാലിൽ കെട്ടണമെന്നോ പശുവിനെ അഴിച്ചുവിട്ട് ഓടിക്കണമെന്നുമേ കരുതിയുള്ളൂ. കൊള്ളാം, നിനക്ക് നല്ല ഭാവനയുണ്ട്. എന്നിട്ട്? ഞാനങ്ങ് ചെല്ലുമ്പോൾ പ്രഭാകരൻ പശുവിനെ കറന്നു കഴിഞ്ഞിരുന്നു. പിന്നെ ടോർച്ചും എടുത്തുകൊണ്ട് ബക്കറ്റിനടുത്തേക്ക് പോകുന്നത് കണ്ടു. പിന്നാലെ ചെന്ന് എന്നെയും അയാൾ കണ്ടു. എന്നെ എന്തോ തെറി വിളിക്കാൻ അയാൾ ഭാവിച്ചതും ഞാൻ കേബിൾ അയാളുടെ കഴുത്തിൽ ചുറ്റി, മറ്റാരും ശബ്ദം കേൾക്കാതിരിക്കാൻ. പക്ഷേ അയാൾ നല്ല ശക്തനായിരുന്നു. എന്നെ അടിച്ച് താഴെയിട്ടു. കേബിളിലെ പിടി ഞാൻ വിടാഞ്ഞതിനാൽ എൻ്റെ ഒപ്പം അയാളും വീണു. പശുക്കൾ ബഹളം വച്ചു. എനിക്ക് ഒരു പശുവിൻ്റെ ചവിട്ടും കിട്ടി. അപ്പോഴേക്കും അറിയാതെ കേബിൾ മുറുകിപ്പോയിരുന്നു. അയാളുടെ പിടച്ചിൽ നിന്നു. ഞാൻ ഭയന്നു പോയി. അയാൾ ചാണകത്തിൽ വീണ് ചത്തതാണെന്ന് മറ്റുള്ളവർ വിചാരിക്കാൻ അയാളെ പൊക്കി അതിലേക്ക് മറിച്ചു. കലേഷ് പറഞ്ഞു നിർത്തി. മിടുക്കൻ. ഒരു കൊട്ടേഷൻ ടീം ഉണ്ടാക്കാൻ പറ്റിയവനാ നീ. ഇത്രയൊക്കെ ആയിട്ടും അവിടേക്ക് ആരും വന്നില്ലേടാ? ചോദിച്ചത് റൈറ്ററാണ്. തന്മയം ആദ്യം സ്കൂട്ടറിൽ വന്നു. അപ്പോൾ ഞാൻ കരിമ്പിൻ തോട്ടത്തിലേക്ക് ഓടിപ്പോയി. അവൻ പറഞ്ഞതെല്ലാം പോലീസ് രേഖപ്പെടുത്തി. ആ നിമിഷം സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ ശബ്ദിച്ചു. SI ക്യാബിനിൽ കയറി അതെടുത്തു. യെസ്, മറയൂർ പോലീസ് സ്റ്റേഷൻ. അതറിഞ്ഞിട്ട് തന്നെയാടോ വിളിച്ചത്. ആ ശബ്ദം ഗിരിധരൻ തിരിച്ചറിഞ്ഞു. വല്ലീശ്വരൻ ധർമ്മരാജ്. സാർ, എന്താ വിശേഷിച്ച്?
ഒരു കാര്യമുണ്ട്, താൻ ഇവിടേക്കൊന്ന് വരണം ഒറ്റയ്ക്ക്. അത്യാവശ്യമാ സാർ, ഞാനിവിടെ. അയാൾ ബാക്കി പറയാൻ സമ്മതിച്ചില്ല ധർമ്മരാജ്. അതൊക്കെ അറിയാം, ഈ രാത്രി ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ലോ, താൻ വാ, പെട്ടെന്ന് വിട്ടേക്കാം. ധർമ്മരാജിനോട് പറ്റില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല ഗിരിധരന്. ഞാനിപ്പം വരാം, നിങ്ങൾ ജോലി പൂർത്തിയാക്കിക്കോളൂ, സഹപ്രവർത്തകരോട് പറഞ്ഞിട്ട് ഗിരിധർ ബൊലേറോയിലേക്ക് കയറി. ധർമ്മരാജിൻ്റെ ബംഗ്ലാവിൻ്റെ മുറ്റത്തിറങ്ങുമ്പോൾ ഡോക്ടർ കലാധരനും രാജശേഖരനും കൂടി അവിടെ ഉണ്ടായിരുന്നു. മുറ്റത്തെ പുൽത്തകടിയിലായിരുന്നു എല്ലാവരും. എസ് ഐയെ കണ്ട് കലാധരനും തോട്ടൻ രാജനും എഴുന്നേറ്റു. എന്നാൽ എസ് ഐയുടെ മുഖം വലിഞ്ഞു മുറുകി. ഗിരിധരൻ ഇരിക്കി. ചിരിയോടെ ധർമ്മരാജ് കസാരയിലേക്ക് കഴിച്ചുകൊണ്ട് ഒന്നും മടിച്ചിട്ട് അയാളിരുന്നു. സാർ വരാൻ പറഞ്ഞത്? കാര്യം തനിക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒന്ന് മാത്രം പറയാം, ഡോക്ടറുടെ ചെറുക്കന് തട്ടുകേടൊന്നും പറ്റരുത്. ഗിരിധരൻ്റെ മുഖം വിളറി. അയാൾ അറിയിച്ചു. ക്ഷമിക്കണം സാർ, അത് പറ്റത്തില്ല. അവൻ ചെയ്തത് അത്ര വലിയ കുറ്റമാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ അവൻ കുട്ടിയല്ലേ, ആ പരിഗണന കൊടുക്കണം. ഗിരിധരൻ തലയാട്ടി. സാർ നിർബന്ധിക്കരുത്. ഇതിനാണ് വിളിച്ചതെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ മടങ്ങാതെ നിവൃത്തിയില്ല. ഗിരിധരൻ എഴുന്നേറ്റു. സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, തോട്ടൻ രാജൻ പറഞ്ഞു. താൻ മിണ്ടിപ്പോകരുത്. ഗിരിധരൻ്റെ മുഖം ചുവന്നു. രാജശേഖരൻ വായടച്ചു. സാർ, ഞാൻ പോകുന്നു. അയാൾ തിരിഞ്ഞു. ഗിരിധര, ഇതൊന്ന് കണ്ടേച്ചു പോ. ധർമ്മരാജ് പൊടുന്നനെ ടീപ്പോയിൽ കമിഴ്ത്തി വെച്ചിരുന്ന സെൽഫോൺ എടുത്ത് അയാൾക്ക് നേരെ പിടിച്ചു. ഈ ആളിനെ പരിചയമുണ്ടോ? ഫോണിലേക്ക് നോക്കിയ ഗിരിധരൻ നടുങ്ങിപ്പോയി. അമൃത. എസ് ഐ ഗിരിധരൻ പിറുപിറുത്തു. വിശ്വാസം വരാതെ ഒരിക്കൽ കൂടി അയാൾ വല്ലീശ്വരൻ ധർമ്മരാജൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി. അവൾ തന്നെ, സംശയമില്ല. അമൃത അടുക്കളയിൽ എന്തോ ചെയ്യുകയാണ്. കുഞ്ഞ് ടൈലിട്ട തറയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് തൻ്റെ ഭാര്യ തന്നെയല്ലേ ഗിരിധര? ധർമ്മരാജിൻ്റെ ശബ്ദത്തിൽ പരിഹാസമുണ്ടായിരുന്നു. വിളറിപ്പോയി ഗിരിധരൻ. ധർമ്മരാജ് തുടർന്നു. തൻ്റെ ഫോണെടുത്ത് അവളെ ഒന്ന് വിളിച്ചേ. ഈ സീനുകൾ നേരത്തെ റെക്കോർഡ് ചെയ്തതല്ലെന്ന് തനിക്ക് ഉറപ്പാക്കാൻ വേണ്ടിയാ. സങ്കടവും കോപവും തിങ്ങിയ മുഖത്തോടെ ധർമ്മരാജിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഗിരിധരൻ യാന്ത്രികമായി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ശേഷം ഭാര്യയുടെ നമ്പറിലേക്ക് വിളിച്ചു. ധർമ്മരാജ് അപ്പോഴും അയാൾക്ക് അഭിമുഖമായി ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ബെല്ലടിച്ചതും ഗിരിധരൻ കണ്ടു. അമൃത സാരിത്തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് അടുക്കളയിലെ ടേബിളിലിരിക്കുന്ന ഫോൺ എടുക്കുന്നു. ഗിരിധരൻ വിയർക്കാൻ തുടങ്ങി. ചേട്ടൻ വരാറായില്ലേ? ഫോണിലൂടെ അമൃതയുടെ ചോദ്യം. കുറച്ച് വൈകും, അത് പറയാനാണ് വിളിച്ചത്. നീയും കുഞ്ഞും കിടന്നോളൂ. അയാൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അടുത്ത ചോദ്യം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കാൾ കട്ട് ചെയ്തു ഗിരിധരൻ. ധർമ്മരാജൻ്റെ കയ്യിലിരുന്ന ഫോണിൽ നിന്ന് കണ്ണെടുത്തില്ല. കുഞ്ഞ് പെട്ടെന്ന് കരയുന്നതും അമൃത അവളെ എടുക്കുന്നതും കണ്ടു. പിന്നെ മടിയിലിരുത്തി ഭക്ഷണം കൊടുക്കുന്നു. അതോടെ ധർമ്മരാജ് വീണ്ടും ഫോൺ ടീപ്പോയിൽ കമിഴ്ത്തി വെച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഗിരിധര? ധർമ്മരാജ് ചിരിച്ചു. തോട്ടൻ രാജനും ഡോക്ടർ കലാധരനും പുതിയ ഉണർവോടെ കസേരയിലിരുന്നു. എസ് ഐയെ തീർത്തും അവഗണിച്ചുകൊണ്ട്. നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് അല്ലേ? ഗിരിധരൻ കൈ ചൂണ്ടി പറഞ്ഞു. അയാളുടെ മുഖം വല്ലാതെ ചുവന്നു. അതെ, ധർമ്മരാജ് സമ്മതിച്ചു. പക്ഷേ ഇതല്ല ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം. എൻ്റെ ആളുകൾ തൻ്റെ ഭാര്യയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ ഫോണിലൂടെ എൻ്റെ ഒരു മൂളൽ അങ്ങോട്ട് ചെന്നാൽ മതി, ആ നിമിഷം കഥ മാറും. തൻ്റെ ഭാര്യയെയോ കുഞ്ഞിനെയോ രക്ഷിക്കാൻ ജഗദീശ്വരൻ വിചാരിച്ചാൽ പോലും കഴിയില്ല. യു ശശിധരൻ പല്ലിറുമി. പക്ഷേ ഒന്നും പറയാനുള്ള സമയം കൊടുത്തില്ല ധർമ്മരാജ്. അയാൾ ശബ്ദം കടുപ്പിച്ചു. ഡോക്ടറുടെ മകനെ താൻ വിടുന്നുണ്ടോ അതോ? ഗിരിധരൻ്റെ ഞരമ്പുകൾ കോച്ചി. ഏയ് മിസ്റ്റർ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾ മറക്കുന്നു, അയാൾ പറഞ്ഞു. അതിനെന്താ? സാധാരണഗതിയിൽ SP മുതൽ ആഭ്യന്തരമന്ത്രി വരെയുള്ളവരുമായേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഇത് പക്ഷേ ഇവിടെ തീരാവുന്ന കാര്യമല്ലേയുള്ളൂ. പിന്നെ ആരെ കൊണ്ടും വെറുതെ ഒന്നും ചെയ്യിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയാൾ തോട്ടൻ രാജനെ നോക്കി. അതിങ്ങ് എടുത്തോണ്ട് വാടോ. രാജശേഖരൻ ധർമ്മരാജൻ്റെ ബംഗ്ലാവിനുള്ളിലേക്ക് പോയി. മടങ്ങി വന്നത് ചെറിയ ഒരു പെട്ടിയുമായിട്ടാണ്. അത് ടീപ്പോയിൽ വെച്ച് തുറന്നു കാണിച്ചു. 2000-ൻ്റെ നോട്ടുകെട്ടുകൾ. 25 ലക്ഷം രൂപയുണ്ട്. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഗിരിധരൻ 2 അടി പിന്നോട്ട് നീങ്ങി. വേണ്ടാത്ത കൂട്ടത്തിൽ തൻ്റെ ഭാര്യയെയും കുട്ടിയെയും പെടുമോ? അങ്ങനെയെങ്കിൽ സാരമില്ല. ധർമ്മരാജ് ഫോൺ എടുത്തു. അവരെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞേക്കട്ടെ. വേണ്ട, പെട്ടെന്ന് ഗിരിധരൻ തടഞ്ഞു. ഡോക്ടർ കലാധരൻ്റെയും തോട്ടൻ രാജിൻ്റെയും മുഖങ്ങളിൽ വിജയഭാവം മിന്നി. ധർമ്മരാജ് പിന്നെയും സംസാരിച്ചു. വെറുതെ ഒരു സ്വപ്നം കണ്ടിട്ടല്ല കലേഷിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. കലേഷിനെ വെറുതെ വിട്ടാൽ അയാൾ നിങ്ങളോട് കാരണം തിരക്കും. അപ്പോൾ മറുപടി പറയാൻ വേണ്ടി വെറുതെ ബുദ്ധിമുട്ടണ്ട. തൽക്കാലം 2 മാസത്തേക്ക് ലീവ് എടുക്ക്. അത് കഴിയുമ്പോൾ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ വാങ്ങിത്തരും. പിന്നെ ആരോടൊന്നും പറയണ്ടല്ലോ. ഗിരിധരൻ്റെ മനസ്സിൽ സുഖദേവൻ്റെ മുഖം തെളിഞ്ഞു. എങ്ങനെ താങ്ങി അയാളെ അഭിമുഖീകരിക്കും? ഗിരിധരൻ്റെ ചിന്തയെ മുറിച്ചുകൊണ്ട് ധർമ്മരാജിൻ്റെ ശബ്ദം കേട്ടു. ഡോക്ടറെ, ഈ പെട്ടി SIയുടെ വണ്ടിയിൽ കൊണ്ടുപോയിക്കേ. കലാധരൻ ഗിരിധരനെ ഒന്ന് നോക്കിയിട്ട് പെട്ടി കൊണ്ടുപോയി ബൊലേറോയിൽ വെച്ചു. ആരോടും ഒന്നും പറയാതെ ഗിരിധരൻ തിരിഞ്ഞു നടന്നു. പിന്നിൽ തോട്ടൻ രാജൻ പറയുന്നത് കേട്ടു. കലേഷിനെ ഒറ്റയതാരാണെന്ന് നിങ്ങൾ പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചിരിക്കും. ഗിരിധരൻ തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. ബൊലേറോ സ്റ്റാർട്ട് ചെയ്ത് അയാൾ മിന്നൽ വേഗത്തിൽ പോയി.
നേരം പുലർന്നു. ഗിരിധരൻ്റെ സെൽ നമ്പറിലേക്ക് സുഖദേവ് വിളിച്ചു. സ്വിച്ച് ഓഫ്. അയാൾ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. അവിടെ അറ്റൻഡ് ചെയ്യപ്പെട്ടു. SI സാറിനോട് ഒന്ന് സംസാരിക്കണമല്ലോ, സുഖദേവ് പറഞ്ഞു. താനെ എവിടുന്നാ? പരുക്കൻ ചോദ്യം. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാ, നാട്ടിൽ നിന്ന്. അതിന് സാറിവിടെ ഇല്ലല്ലോ. 2 മാസത്തെ ലീവിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. സുഖദേവിന് എന്തോ പന്തിക്കേട് തോന്നി. താൻ ആരാണെന്ന് സ്റ്റേഷനിൽ ആരും അറിയണ്ട. എന്നാൽ അറിയേണ്ട കാര്യം അറിയുകയും വേണം. എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകൻ കലേഷിനെ ഇന്നലെ ഗിരിധരൻ കസ്റ്റഡിയിലെടുത്തല്ലോ. അവനെ ഉപദ്രവിക്കരുതെന്ന് പറയാനാണ് വിളിച്ചത്, സുഖദേവ് പറഞ്ഞു. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. അങ്ങനെ ആരെയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. സുഖദേവിന് കാര്യം മനസ്സിലായി. കലേഷ് രക്ഷപ്പെട്ടിരിക്കുന്നു. അല്ല, രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഗിരിധരൻ ലീവിൽ പോയതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും. സുഖദേവിൻ്റെ മനസ്സിൽ പകയുടെ ഒരു ചുഴലിക്കാറ്റ് ഉറഞ്ഞു തുള്ളി. അയാൾ കാൽ മുറിച്ചു. ആ നേരത്ത് കുണ്ടാക്കാട്ട് ഫാമിലുണ്ടായിരുന്നു പത്മവും തന്മയയും ആദ്യയും. വെളുപ്പിന് വന്നതാണ് മൂവരും. പത്മ പശുക്കളെ കറന്നു. പക്ഷേ പരിചയക്കുറവ് മൂലം സാധാരണ കിട്ടുന്നതിൻ്റെ പകുതി പാൽ പോലും കിട്ടിയില്ല. സാരമില്ല, കുറച്ച് ദിവസം കൊണ്ട് മാറിക്കോളും, അവർ പറഞ്ഞു. തന്മയെയും ആദ്യയും ശ്രമിച്ചു നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. ഇരുവരും കൂടി പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴേക്കും പത്മ പശുക്കളെ അഴിച്ച് പുറത്ത് കെട്ടുകയും തൊഴുത്ത് കഴുകി വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. പിന്നെ മൂവരും ചേർന്ന് പശുക്കളെ കുളിപ്പിച്ചു. തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കുറച്ച് പുല്ലെറുത്ത് അവയ്ക്ക് നൽകി. കുറച്ച് കാലിത്തീറ്റയും കൊടുത്തു. ഇനി വൈകിട്ടാവട്ടെ, തന്മയ അമ്മയോട് പറഞ്ഞു. ഏതായാലും അമ്മ ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ട് പോരരുത്. പത്മ മിണ്ടിയില്ല. മകളുടെ ഉത്കണ്ഠ അവർക്കറിയാം. പ്രഭേടന് സംഭവിച്ചതുപോലെ ഒരപകടം തന്നെയും കാത്തിരിപ്പുണ്ടെന്ന് മകൾ സംശയിക്കുന്നു. തന്മയ അമ്മയെയും അനുജത്തിയെയും സ്കൂട്ടറിൽ കയറ്റി. 3 പേരുമായി കയറാൻ സ്കൂട്ടർ കുറച്ച് ബുദ്ധിമുട്ടി. ഇനി വേണം സ്കൂളിൽ പോകാൻ, തന്മയ ഓർത്തു. ഇതുവരെ അടുക്കളയിൽ കയറി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇനി അതുപോരാ. എല്ലാ കാര്യത്തിലും അമ്മയെ സഹായിക്കണം, അവൾ തീരുമാനിച്ചു. വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ ഫസ്റ്റ് ബെല്ലടിച്ചതിന് ശേഷമാണ് തന്മയും ആദ്യം അവിടെ എത്തിയത്. അന്ന് അസംബ്ലിയിൽ പ്രിൻസിപ്പൽ പറഞ്ഞു. സബ് ജില്ലാ സ്കൂൾ കലോത്സവം അടുത്തയാഴ്ചയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടണം. മത്സരത്തിന് പോകുന്നവർ ക്ലാസുകൾ നഷ്ടപ്പെടാത്ത തരത്തിൽ പ്രാക്ടീസ് ചെയ്യണം. വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ കലേഷുണ്ടെന്ന് സുഖദേവ് ശ്രദ്ധിച്ചു. അവൻ്റെ മുഖം മ്ലാനമാണ്. അവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മറ്റാരും അറിഞ്ഞിട്ടില്ലെന്ന് വ്യക്തം. താനായിട്ട് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നിലേക്ക് സംശയത്തിൻ്റെ നിഴൽ വീഴുമെന്ന് സുഖദേവിനറിയാം. എന്നാലും കുട്ടിക്കൊലയാളിയെ അങ്ങനെ വിട്ടുകൂടാ. 3-ാം പീരീഡിൽ 9A കുട്ടികളെ ഡ്രില്ലിന് വിട്ട ശേഷം മരത്തണലിൽ നിർമ്മിച്ച സിമൻറ്റ് ബെഞ്ചിലിരുന്നു സുഖദേവ്. തുടർന്ന് CI അലക്സാണ്ടറെ വിളിച്ച് വിവരം പറഞ്ഞു. ഗിരിധരൻ്റെ ലീവിനെക്കുറിച്ച് ഞാനും അറിഞ്ഞു. ശാരീരികമായ ബുദ്ധിമുട്ടാണെന്ന ഭാഷ്യം. അതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ വിഷമിക്കേണ്ട സുഖദേവ്. വരുന്ന ആഴ്ച ഞാൻ അവിടെ ഉണ്ടാവും. ചാർജ് എടുത്താൽ ആദ്യത്തെ നടപടി അവനെ പൊക്കുന്നത് തന്നെയാവും. പക്ഷേ സുഖദേവ് എന്തോ പറയാനാഞ്ഞു. ഇല്ലടാ, എന്നെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഏത് പൊന്നു മോനാണെങ്കിലും വരട്ടടാ. നിനക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം. സുഖദേവിന് അല്പം ആശ്വാസം തോന്നി. അലക്സാണ്ടർ പണ്ടും അങ്ങനെയാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ശരിയായാലും തെറ്റായാലും പിന്നോട്ടില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു സ്കൂളിൽ. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റും കുട്ടികൾ അടിമപ്പെടാതിരിക്കാൻ എക്സൈസ് കമ്മീഷണർ പങ്കെടുത്ത മീറ്റിംഗ്. തൻ്റെ പ്രസംഗത്തിൽ കമ്മീഷണർ തുറന്നടിച്ചു. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഞാൻ നേരിട്ട് വന്നതിൻ്റെ കാരണം വേറൊന്നാണ്. കുട്ടികൾ സംശയത്തോടെ കേട്ടിരുന്നു. ഈ സ്കൂളിൽ കുറച്ച് ദിവസം മുമ്പുണ്ടായ ഒരു സംഭവം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ കണ്ടു. പെട്ടെന്ന് മറ്റു വിദ്യാർത്ഥികൾ തിരിഞ്ഞ് കലേഷിനെയും സംഘത്തെയും നോക്കി. അവർ മുഖം കുനിച്ചിരിക്കുകയാണ്. കമ്മീഷണർ തുടർന്നു. നിങ്ങൾ ഓർക്കണം, കേവലം 17 വയസ്സിനപ്പുറം നിങ്ങൾക്കുണ്ടാവില്ല. അതായത് പ്രലോഭനങ്ങളിൽ വീഴാവുന്ന പ്രായം. നിങ്ങളെ കുരുക്കാൻ ലക്ഷ്യമിട്ട് പല സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത് അപരിചിതരുടെ വാഹനങ്ങളിൽ കയറാതിരിക്കുക എന്നതാണ്. ഹാളിൽ നിശബ്ദത. സ്റ്റേജിലിരിക്കുന്ന പ്രിൻസിപ്പലിനെയും മറ്റും ഒന്ന് നോക്കിയിട്ടാണ് കമ്മീഷണർ ബാക്കി പറഞ്ഞത്. വീട്ടിൽ നിന്ന് നൽകുന്ന ബസ് കൂലി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുന്നത് പതിവാണ്. നിങ്ങൾക്ക് ലിഫ്റ്റ് തരാൻ ഞാൻ നേരത്തെ പറഞ്ഞവരുടെ ഏജൻറ്റുമാരുണ്ട്. സൗഹൃദം ഭാവിച്ച് അവർ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് ഫ്രീയായി ലഹരി വസ്തുക്കൾ തരും. അത് കഴിഞ്ഞ് മറ്റുള്ളവരെ ലഹരിയിലേക്ക് അടുപ്പിക്കാൻ നിങ്ങളെ അവർ ആയുധമാക്കും. വിദ്യാർത്ഥികളിൽ ചിലരുടെ മുഖത്ത് നേരിയ വിളർച്ചയുണ്ട്. അത് കമ്മീഷണർ ശ്രദ്ധിച്ചു. അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പക്ഷേ പുറത്ത് പ്രകടിപ്പിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട ഈ സ്കൂളിലെ സംഭവവും അത്തരത്തിലാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇനി അത് ആവർത്തിക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതായി സംശയം തോന്നിയാലും ഞങ്ങളെ വിവരമറിയിക്കണം. കമ്മീഷണർ ഫോൺ നമ്പർ അനൗൺസ് ചെയ്തു. കുട്ടികളിൽ പലരും അത് കുറിച്ചെടുത്തു. ആര് വിവരം തന്നാലും അവരുടെ പേരും ഫോൺ നമ്പറും ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. മറ്റാരും അതറിയില്ല, കമ്മീഷണർ പറഞ്ഞു. തുടർന്ന് ലഹരിയുടെ പരിണതഫലങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ലഘുനാടകം എക്സൈസ് സംഘം അവതരിപ്പിച്ചു.
ഇതൊക്കെ ഗൗരവത്തോടെ നടക്കുമ്പോഴും കലേഷും അഭിജിത്തും അവരുടെ കൂട്ടുകാരും പുച്ഛത്തോടെ ഇരിക്കുകയായിരുന്നു. എക്സൈസുകാരുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ 4 മണി. അതോടെ ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിട്ടു. തന്മയ ക്ലാസ്സിൽ പോയി ബാഗ് എടുക്കുമ്പോൾ കലേഷ് മുന്നിൽ. ഇന്നലെ എനിക്ക് വിളിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. ഇന്ന് വിളിച്ചിരിക്കും, മറക്കരുത്. അവളുടെ മറുപടിക്ക് കാക്കാതെ അവൻ പോയി. തന്മയ 2ാം നിലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യ കാത്തു നിൽക്കുകയാണ്. എന്താ ചേച്ചിയുടെ മുഖം വല്ലാതിരിക്കുന്നത്? അവൾ തിരക്കി. പറയാം, അതിനു മുമ്പ് സുഖദേവ് സാറിനെ ഒന്ന് കാണണം. തന്മയ അഞ്ചത്തിയെയും കൂട്ടി സ്റ്റാഫ് റൂമിലും മറ്റും ചെന്ന് നോക്കി. സുഖദേവനെ കണ്ടില്ല. അവർ അഭിലാഷ് സാറിനോട് തിരക്കി. സാറ് NCC റൂമിലുണ്ട്. അവർ അങ്ങോട്ട് പോയി. സുഖദേവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ രണ്ടുപേരും കൂടി പതിവില്ലാതെ? ചിരിച്ചുകൊണ്ട് സുഖദേവ് വാതിൽക്കിലേക്ക് വന്നു. പെട്ടെന്ന് തന്മയുടെ കണ്ണുകൾ തുളുമ്പി. സുഖദേവിന് സംശയമായി. എന്താ കുട്ടി? സാറ് രക്ഷിക്കണം. അവൾ ഏങ്ങലടിച്ചു. സുഖദേവ് ശബ്ദം താഴ്ത്തി. നീ കാര്യം പറ. എന്താണെങ്കിലും നമുക്ക് പരിഹാരമുണ്ടാക്കാം. തന്മയ കലേഷ് പറഞ്ഞതും തൻ്റെ അനുജത്തി കാട്ടിയ അവിവേകത്തെ പറ്റിയുമെല്ലാം തുറന്നു പറഞ്ഞു. സുഖദേവ് സ്തബ്ധനായി. അയാൾ ആദ്യയെ നോക്കി. നീ വലിയൊരു തെറ്റാ പ്രവർത്തിച്ചത് ആദ്യേ. അവളുടെ തല കുനിഞ്ഞു. ആ, ഏതായാലും സംഭവിച്ചു പോയി. ഇനി അതേക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. നമുക്ക് വനിതാ കമ്മീഷനിലും ചൈൽഡ് ലൈനിലും പരാതി നൽകാം. ഇക്കാര്യത്തിൽ മടിയോ പേടിയോ പാടില്ല. ഒക്കെ അവർ ഹാൻഡിൽ ചെയ്തോളും. പിന്നെ ഇന്നവൻ നിന്നെ വിളിച്ചാൽ നീ ധൈര്യം കൈവിടരുത്. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ. സാറേ, അവനത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാൽ അതാണ് തന്മയ്ക്ക് പേടി. അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടായാൽ അതോടെ അവൻ്റെ കാര്യം തീർന്നു. പെൺകുട്ടികൾ ഭയന്ന് കാല് പിടിക്കുകയും ചൊൽപ്പടിക്ക് നിൽക്കുകയും ചെയ്യുമെന്നൊരു വിചാരമുണ്ട് ഇവനൊക്കെ. അങ്ങനെയില്ലെന്ന് തോന്നിയാൽ ഏതവനും ഒന്നറയ്ക്കും. പക്ഷേ ചില കേസുകളിൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കാം. പക്ഷേ ഞാൻ ഉറപ്പു തരുന്നു, കലേഷ് അങ്ങനെ ചെയ്യില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. പിന്നെ തൽക്കാലം ഇത് നിങ്ങളുടെ അമ്മയെ അറിയിക്കേണ്ട. ഇതുകൂടി താങ്ങാനുള്ള കരുത്ത് അവർക്കുണ്ടാവില്ല. കുട്ടികൾ സമ്മതിച്ചു. തന്മയ്ക്ക് ആശ്വാസമായി. അടുത്ത ആഴ്ച സബ് ജില്ലാ കലോത്സവമാണ്. മറക്കണ്ട, ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്തേക്കണം. സുഖദേവ് ഓർമ്മിപ്പിച്ചു. കുട്ടികൾ അയാളോട് യാത്ര പറഞ്ഞു. എന്നാൽ വീട്ടിലെത്തിയപ്പോഴേക്കും തന്മയുടെ ധൈര്യം ചോർന്നു തുടങ്ങി. ഫാമിൽ പോകുമ്പോഴും പശുവിന് തീറ്റ കൊടുക്കുമ്പോഴുമൊക്കെ അത് തന്നെയായിരുന്നു അവളുടെ ചിന്തയിൽ. ഈ ചേച്ചിയുടെ മനസ്സ് ആദ്യം എറിഞ്ഞു. പത്മ കേൾക്കാതെ അവൾ തിരക്കി. കുഴപ്പമാകുമോ ചേച്ചി? ഏയ്. തന്മയെ ചിരിക്കാൻ ശ്രമിച്ചു. രാത്രി വന്നു. അന്ന് കൂടുതൽ മഞ്ഞുണ്ടായിരുന്നു. ഒരുപാട് റെക്കോർഡ് എഴുതാനുണ്ടായിരുന്നു തന്മയ്ക്ക്. പക്ഷേ ഒന്നിനും മനസ്സ് വന്നില്ല. അവൾ സെൽഫോൺ എടുത്ത് വൈബ്രേറ്റിംഗ് മോഡിലാക്കി വെച്ചു. പഠിക്കുകയാണെന്ന ഭാവത്തിൽ ഇരിക്കുമ്പോഴും അവളുടെ നോട്ടം ഫോണിലായിരുന്നു. എപ്പോഴാവും കലേഷ് വിളിക്കുക? അമ്മ കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. സമയം 9 മണി. കലേഷ് വിളിച്ചില്ല. 9:30 അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരു മുറിയിൽ തന്നെ ഉറങ്ങാൻ പോയി. പ്രഭാകരൻ്റെ മരണശേഷം എല്ലാവരും ഒന്നിച്ചാണ് കിടക്കാറ്. ആ നേരത്ത് കലേഷ് വിളിച്ചാൽ തന്മയ്ക്ക് ഹൃദയതാളം വർദ്ധിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചാലോ എന്ന് ചിന്തിച്ചെങ്കിലും കലേഷിൻ്റെ ഉള്ളിലിരിപ്പ് അറിയണമെങ്കിൽ അത് പറ്റില്ലല്ലോ എന്ന് അവൾ ഓർത്തു. ആദ്യ മധ്യത്തിലും പത്മവും തന്മയും ഇരുവശത്തുമാണ് കിടക്കാറ്. തന്മയ അമ്മ കാണാതെ തലയിണയ്ക്കിടയിൽ അല്പം പുറത്തേക്ക് കാണാവുന്ന വിധത്തിൽ ഫോൺ വെച്ചു. പിന്നെ ആ ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നു. അസ്ഥി തുളഞ്ഞിറങ്ങുന്ന തണുപ്പ്. മരച്ചില്ലകളിൽ നിന്ന് മഞ്ഞു പൊഴിഞ്ഞ് കോഴിക്കൂടിൻ്റെ തകര ഷീറ്റിന് പുറത്ത് പതിക്കുന്ന ശബ്ദം ചരൽ വീഴുന്നത് പോലെ. അധികം വൈകാതെ പത്മം ഉറങ്ങി. സമയം 11 മണി. പെട്ടെന്ന് ഫോണിൽ വെളിച്ചം മിന്നിത്തുടങ്ങി. ഞെട്ടലോടെ തന്മയ അത് കണ്ടു. വിളിക്കുന്നത് കലേഷാണെന്ന് ഉറപ്പുണ്ട്. വിറപ്പൂണ്ട വിരലുകൾ കൊണ്ട് അവൾ മെല്ലെ ഫോണെടുത്തു. ഫോണിൽ മിന്നുന്ന നിലാവെളിച്ചത്തിൽ തന്മയ അമ്മയെ നോക്കി. പത്മ നല്ല ഉറക്കത്തിലാണ്. ആദ്യ പക്ഷേ കണ്ണുകൾ തുറന്നു കിടക്കുകയാണ്. അവൾ തല തിരിച്ച് തന്മയയെ നോക്കി. ചുണ്ടുകൾക്ക് മുകളിൽ വിരലമർത്തി മിണ്ടരുതെന്ന് തന്മയ ആംഗ്യം കാട്ടി. പിന്നെ താൻ ഫോണെടുക്കാൻ പോവുകയാണെന്നും. ആദ്യയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവൾ പത്മത്തോട് അല്പം കൂടി ചേർന്ന് കിടന്നു. തന്മയ ശ്വാസം പോലെ നിയന്ത്രിച്ച് എഴുന്നേറ്റു. അപ്പുറത്തെ മുറിയിൽ പോയിരുന്നു സംസാരിച്ചാൽ അത് അമ്മ കേൾക്കുമെന്ന് അവൾ ഭയന്നു. അതിനാൽ മെല്ലെ മുൻവശത്തെ വാതിൽക്കിലേക്ക് നീങ്ങി. പിന്നെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. താൻ മഞ്ഞിൻ്റെ ഒരു കുടയിലേക്ക് ഇറങ്ങിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ ഉള്ളിലെ ചൂട് കാരണം തണുപ്പ് അനുഭവപ്പെട്ടില്ല. വാതിൽ ചാരിയിട്ട് പ്രഭാകരൻ പതിവായി ഇരിക്കാറുണ്ടായിരുന്ന കസേരയിൽ അവളിരുന്നു. അപ്പോഴേക്കും കോൾ കട്ടായി. കട്ടപ്പ അവളെ കണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അടുത്ത നിമിഷം ഫോണിൽ വീണ്ടും നീലവെളിച്ചം മിന്നിത്തുടങ്ങി. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് തന്മയ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, തന്മയല്ലേ? അപ്പുറത്തു നിന്ന് കലേഷിൻ്റെ ശബ്ദം അവൾ കേട്ടു. മിണ്ടാനായില്ല തന്മയയ്ക്ക്. വീണ്ടും കുറെ കൂടി ഗൗരവത്തിൽ ചോദ്യം. തന്മയ ഒന്ന് മൂളി. എനിക്കറിയായിരുന്നു നീ ഉറങ്ങാതെ ഈ കോളിനായി കാത്തിരിക്കുമെന്ന്. കലേഷ് ചിരിക്കുന്നു. നിന്റെ അമ്മ ഉറങ്ങിയോ? നന്നായി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം, അനുസരിച്ചോണം. അല്ലെങ്കിൽ നിനക്ക് വീടിന് പുറത്തിറങ്ങാനോ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ കഴിയില്ല. തന്മയുടെ തലച്ചോറിലേക്ക് ഉള്ള രക്തപ്രവാഹം വർദ്ധിച്ചു. നീ കേൾക്കുന്നുണ്ടല്ലോ? നിന്റെ ഭാവിയും വർത്തമാനവും ഒക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. അതിൻ്റെ കാരണം കേട്ടാൽ നീ ഞെട്ടിവിറയ്ക്കും. ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. എന്നെ അനുസരിച്ചാൽ നിനക്ക് രക്ഷയുണ്ടാകും. അല്ലെങ്കിൽ... തന്മയെ കേട്ടിരുന്നു. കലേഷ് തിരക്കി. ഞാനെന്താ പറയാൻ പോകുന്നതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? ഇല്ല. അവൾ അജ്ഞത നടിച്ചു.
കലേഷിൻ്റെ ശബ്ദത്തിൽ ഒരു ജേതാവിൻ്റെ ഭാവം വന്നു. എങ്കിൽ നീ കേൾക്കാൻ തയ്യാറായിക്കോ. നീ അഭിനയിച്ച ഒരു കൊച്ചു സിനിമ എൻ്റെ കയ്യിലുണ്ട്. നിന്റെ മേനിയഴക് പുറത്തു കാണുന്ന ഒരു വീഡിയോ. എന്താടി, ഞെട്ടിയോ? അവൻ പിന്നെയും ചിരിക്കുന്നു. ഇല്ല, തന്മയെ പെട്ടെന്ന് പറഞ്ഞു. അപ്പുറത്തുണ്ടായ അമ്പരപ്പ് ഫോണിലൂടെ അവൾ തിരിച്ചറിയുകയും ചെയ്തു. എന്താടി നീ ഞെട്ടാത്തത്? എൻ്റേത് മാത്രമല്ല, നിനക്ക് സ്വന്തപ്പെട്ടവരുടെ സീനുകൾ വരെ നിന്റെ കയ്യിൽ കാണുമെന്ന് എനിക്കറിയാം. ശബ്ദം കുറവായിരുന്നെങ്കിലും ഉറച്ചതായിരുന്നു തന്മയുടെ വാക്കുകൾ. എടി, അലറുകയായിരുന്നു കലേഷ്. നിന്നെ ഞാൻ... എന്താടാ, സ്വന്തപ്പെട്ടവരുടെ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തോ? തന്മയിൽ ധൈര്യം വർദ്ധിക്കുകയായിരുന്നു. ഇനി പറയടാ, എന്താ നിനക്ക് പറയാനുള്ളത്? ഒരു നിമിഷത്തിന് ശേഷം കലേഷിൻ്റെ മറുപടി. ഈ വീഡിയോ ക്ലിപ്പ് വെച്ച് നിന്നെ ഞാൻ നാറ്റിക്കും. നിന്റെ ചിത്രം ചൂടപ്പം പോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും. അയ്യോ, അങ്ങനെ ചെയ്യരുത് കലേഷ്, അവളുടെ സ്വരത്തിൽ അപേക്ഷ. ചെയ്യാതിരിക്കാം, പക്ഷേ നീ എന്നെ അനുസരിക്കണം. നാളെ രാത്രി കൃത്യം ഈ നേരത്ത് ഞാൻ നിന്റെ വീട്ടിലെത്തും. നീ പുറത്തിറങ്ങി വരണം. ബാക്കിയൊക്കെ അപ്പോൾ പറയാം. നമ്മൾ തമ്മിൽ മറ്റാരും അറിയാത്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. ഓഹോ, തന്മയെ പരിഹസിച്ചു. ആദ്യം ഞാൻ നിനക്ക് വഴങ്ങണം, പിന്നെ അതും പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുത്തും. നിന്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ വഴങ്ങണമെന്ന് പറയും, അല്ലേടാ? തന്മയുടെ ശബ്ദത്തിന് വേഗതയേറി. അവളുടെ നെഞ്ച് അതിവേഗം ഉയർന്നു താണു. എടി, കലേഷ് ചീറി. പോടാ, എനിക്ക് മനസ്സില്ല നിന്നെ അനുസരിക്കാൻ. നീ കലാധരൻ ഡോക്ടർക്ക് പിറന്നവനാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യ്. വനിതാ സെല്ലിലും ചൈൽഡ് വെൽഫെയർ യൂണിറ്റിയിലും ഞാൻ പരാതി നൽകും. നിന്നെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കാണും. തന്മയെ വിശ്വസിക്കാനാവുന്നില്ല കലേഷിന്. സാധാരണ പെൺകുട്ടികൾ അഭിമാനം ഭയന്ന് എന്തും അനുസരിക്കാൻ തയ്യാറാവുന്ന നിമിഷമാണിത്. അവനെന്തോ പറയാൻ ഭാവിക്കുമ്പോൾ തന്മയെ വീണ്ടും അറിയിച്ചു. നിനക്ക് ചുണയുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ സീനങ്ങ് അപ്ലോഡ് ചെയ്യടാ. ഇത്തരം ഭീഷണിക്ക് വഴങ്ങുന്ന പാവം പെൺകുട്ടികൾ ഉണ്ടായേക്കും. പക്ഷേ എന്നെ ആ ഗണത്തിൽ പെടുത്തരുതേ. നിന്റെ ഇത്രയും കാലത്തെ കളികൾ പോലെയല്ലട ഇത്. നിനക്ക് സൽബുദ്ധി തോന്നുന്ന നിമിഷമുണ്ടെങ്കിൽ അപ്പോഴൊന്ന് ചിന്തിച്ചു നോക്ക്. തന്മയെ ഫോൺ കട്ട് ചെയ്യാൻ ഭാവിച്ചതും കലേഷിൻ്റെ ശബ്ദം വന്നു. എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് മത്സരിച്ച് നോക്കാം. നാളെ ഈ നേരത്ത് ഞാനിവിടെ ഉണ്ടായിരിക്കും. ഇനി എന്നെ ആരെങ്കിലും കണ്ടാൽ നീ വിളിച്ചു വരുത്തിയതാണെന്ന് ഞാൻ പറയുമടി. അതിൻ്റെ തെളിവായിട്ട് എൻ്റെ കയ്യിലുള്ള സീനുകൾ അവരെയും കാണിക്കും. ഇത് നീ എനിക്ക് സ്വയം അയച്ചു തന്ന് മോഹിപ്പിച്ചതാണെന്ന് പറയും. നമ്മൾ തമ്മിലുള്ള അംഗം തുടങ്ങുകയാ നാളെ ഈ നേരം. അതുവരെ നിനക്ക് ഈ അഹങ്കാരം ഉണ്ടാവൂ. അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ആ നിമിഷം തന്മയും ഫോൺ കട്ട് ചെയ്തു. അല്പം കൂടി തന്മയ അച്ഛൻ്റെ കസേരയിലിരുന്നു. അച്ഛൻ്റെ ആത്മാവ് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാവുമെന്ന് അവൾ കരുതി. കലേഷിനോട് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ധൈര്യം ചോർന്നു തുടങ്ങി. അവ്യക്തമായൊരു ഭീതി അവളെ ആവരണം ചെയ്തു. അപ്പോഴത്തെ ഒരാവേശത്തിന് പറഞ്ഞതാണ്. പക്ഷേ അവൻ പറഞ്ഞ പ്രകാരം ചെയ്താൽ... തന്മയ എഴുന്നേറ്റു. വീണ്ടും അകത്ത് പോയി അമ്മയ്ക്കരികിൽ കിടന്നു. ആദ്യം ഉറങ്ങിക്കാണില്ലെന്നോ കലേഷ് എന്തു പറഞ്ഞെന്നറിയാനുള്ള വ്യഗ്രതയിലായിരിക്കും അവളെന്നും അറിയാം. ഇപ്പോൾ അവളോട് സംസാരിച്ചാൽ അമ്മ ഉണർന്നു പോയാലോ? അപ്പോൾ പത്മത്തിൻ്റെ പുറത്തുകൂടി ആദ്യ തന്മയെ ഒന്ന് തൊട്ടു. അവൾ ആ കയ്യിൽ പതുക്കെ തലോടുക മാത്രം ചെയ്തു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷമേ തന്മയ്ക്ക് സുഖദേവനെ അടുത്ത് കാണാനും സംസാരിക്കാനും സാധിച്ചുള്ളൂ. തലേന്ന് നടന്നതെല്ലാം അവൾ അയാളോട് പറഞ്ഞു. അയാൾ അവൾക്ക് കൂടുതൽ ധൈര്യം പകർന്നു. തന്മയെ അങ്ങനെയൊക്കെ പറഞ്ഞത് നന്നായി. അങ്ങനെയൊന്നും വലയിൽ വീഴുന്നവളല്ല നീയെന്ന് അവന് മനസ്സിലായി കാണും. ആട്ടെ, ഇന്നവൻ ക്ലാസ്സിലില്ലേ? ഉണ്ട് സാർ. എന്നെ പകയോടെയാ നോക്കുന്നത്. എന്തൊക്കെയോ ആംഗ്യം കാണിക്കുകയും ചെയ്തു. സുഖദേവ് തലയാട്ടി. അതവൻ വൈകിട്ട് വരും എന്നുള്ള സൂചനയാ. നീ അത് കാര്യമാക്കണ്ട. തന്മയ്ക്ക് പക്ഷേ പേടിയടങ്ങുന്നില്ല. അവൻ വന്നാൽ എന്തു ചെയ്യും സാർ? അവൻ വരത്തില്ല. അത് ഞാനിന്നലെ പറഞ്ഞതല്ലേ. നീ ധൈര്യമായിരുന്നോ? ഇപ്പം പോയിക്കോ. തന്മയെ ക്ലാസ്സിലേക്ക് മടങ്ങി. കലേഷും അഭിജിത്തും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. രാത്രി അത്താഴത്തിന് ഒന്ന് ചിരിക്കുമ്പോൾ ഡോക്ടർ കലാധരൻ മകനെ ഒന്ന് നോക്കിയതുകൂടിയില്ല. രൂപ 25 ലക്ഷമാണ് മകൻ കാരണം നഷ്ടമായത്. അല്ലെങ്കിൽ നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയുമായിരുന്നോ? വല്ലീശ്വരൻ ധർമ്മരാജ് തൽക്കാലം പണം തന്നെങ്കിലും അത് എത്രയും വേഗം തിരിച്ചു കൊടുത്തേ പറ്റൂ. കലേഷ് സരസമ്മയെ നോക്കി എന്തോ ആംഗ്യം കാണിക്കുന്നത് ഒളിക്കണ്ണാലെ ഡോക്ടർ കണ്ടു. പക്ഷേ ശ്രദ്ധിക്കാത്ത ഭാവത്തിലിരുന്നു. ഇവന് തന്നോടെന്തോ പറയാനുണ്ട്. സരസമ്മ ഭർത്താവിനെ നോക്കി. എന്താ? ഭാര്യയോടായിരുന്നു കലാധരൻ്റെ ചോദ്യം. അടുത്ത മാസം ഇവന് സ്കൂൾ ടൂറാണ്. രാമോജിറാവു ഫിലിം സിറ്റിയിലേക്ക്. അതിന് പണം കൊടുക്കണം. എൻ്റെ കയ്യിലില്ല. കലാധരൻ മുഖം വെട്ടിച്ചു. ഒരുത്തനെ കൊന്ന് ചാണകക്കുഴിയിൽ തള്ളിയ ഇവനെ രക്ഷിക്കാൻ ആ SIയുടെ അണ്ണാക്കിലേക്ക് തള്ളിയത് 25 ലക്ഷം രൂപയാണ്. ഇനി ഇക്കാര്യത്തിൽ ഇവൻ സൂയിസൈഡ് ചെയ്താൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. 5ൻ്റെ പൈസ കൊടുക്കത്തുമില്ല. അത് പറഞ്ഞ് വല്ല പെറപ്പുകേടും കാണിച്ചാൽ കൈയും കാലും തല്ലിയൊടിച്ച് ഇവിടെ ഇടും. അതാ എനിക്ക് ലാഭം. കലേഷ് രൂക്ഷമായി പപ്പയെ നോക്കി. മറ്റു കുട്ടികളൊക്കെ പോകുമ്പോൾ ഇവൻ മാത്രം... സരസമ്മ പറയാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അയാളുടെ ശബ്ദമുയർന്നു. മിണ്ടരുത് നീ. നീ ഒരുത്തിയെ അവനെ പിന്തുണച്ച് വഷളാക്കിയത്. ഇനി ഞാനറിയാതെ നീ അവന് പണം കൊടുക്കുകയോ മറ്റോ ചെയ്താൽ ഭാര്യയും ചത്തുപോയെന്ന് എനിക്ക് വിചാരിക്കേണ്ടി വരും.
കലേഷ് പെട്ടെന്ന് പാത്രം തള്ളി നീക്കിയിട്ട് എഴുന്നേറ്റ് പോയി. കലാധരന് ഭക്ഷണം മതിയായി. മുറിയിലെത്തിയ കലേഷ് കൂട്ടിലടച്ച വെരുകിനെ പോലെ അങ്ങിങ്ങ് അസ്വസ്ഥനായി നടന്നു. അപ്പോൾ തൻ്റെ പപ്പയെയും അവൻ ശത്രുസ്ഥാനത്ത് കണ്ടു. വാതിലടച്ചു ലോക്ക് ചെയ്തിട്ട് കലേഷ് തൻ്റെ മേശയുടെ വലിപ്പ് തുറന്നു. അതിൻ്റെ അങ്ങേയറ്റത്ത് വച്ചിരുന്ന ഒരു സാധനം അവനെടുത്തു. തപാൽ സ്റ്റാമ്പിൻ്റെ വലിപ്പവും കനവുമുള്ള ഒരു പേപ്പർ. ഒറ്റ നോട്ടത്തിൽ സ്റ്റാമ്പാണെന്നേ തോന്നും. അവൻ അതിൻ്റെ അടിയിലെ ലോലമായ ഒരാവരണം വലിച്ചു കളഞ്ഞു. ശേഷം അത് നാക്കിനിടയിൽ ഒട്ടിച്ചു. പതുക്കെ പതുക്കെ അതിൻ്റെ ലഹരി അവനിൽ നുരയാൻ തുടങ്ങി. അതോടെ ഉന്മത്തമായ ഒരു ആനന്ദം അവനുണ്ടായി. 2 ദിവസത്തോളം ഈ ലഹരി നിൽക്കുമെന്ന് അവനറിയാം. അല്പം കഴിഞ്ഞ് കലേഷ് ഫോണെടുത്ത് അഭിജിത്തിനെ വിളിച്ചു. കാത്തിരുന്നത് പോലെ അഭിജിത്ത് കോളെടുത്തു. നിന്റെ പപ്പ സമ്മതിച്ചോടാ? ഇല്ല, അയാൾ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്ത് ചെയ്യും? അഭിജിത്തിൻ്റെ സ്വരത്തിൽ നിരാശ. നമ്മുടെ പ്ലാനൊക്കെ പൊളിയുമല്ലോ. ഞാൻ വന്നിരിക്കുക അഭിജിത്തെ. അതിന് ഇനി പപ്പയെന്ന് പറയുന്ന ആ തെണ്ടിയെ കൊന്നിട്ടാണേലും. എടാ, നീ മറ്റേ സാധനം വെച്ച് നോക്കിയോ? അഭിജിത്തിൻ്റെ സംശയം. ആ, ഒരെണ്ണം. എന്നിട്ട് എങ്ങനെയുണ്ട്? ഉഗ്രൻ. അതാടാ ലോകം. നമ്മൾ പഞ്ഞിപ്പോലെ പറന്നു പോകുന്ന പോലെ. അപ്പോഴിനി വാങ്ങിച്ചേക്കാം. എന്താ? പക്ഷേ പണം ഒരു സ്റ്റാമ്പിന് രൂപ 2000 എന്നൊക്കെ പറഞ്ഞാൽ. സാരമില്ല, അയാൾ നാളെയല്ലേ വരൂ. ഈ രാത്രി തന്നെ ഞാൻ പോകാൻ വഴി കണ്ടോളാം. പെട്ടെന്ന് അഭിജിത്ത് തിരക്കി. നീ തന്മയുടെ അടുത്ത് പോകുന്നില്ലേ? പിന്നെ പോകാതെ ഇറങ്ങി വരുമോടോ അവള്? പിന്നെ വരാതെ. ഇത്തരം കേസുകൾ നമ്മൾ എത്ര കൈകാര്യം ചെയ്തിരിക്കുന്നു. കലേഷ് ചിരിച്ചു. എന്നോട് പറഞ്ഞ കാര്യം നീ മറക്കരുത്. നാളെ രാത്രി അവൾ എനിക്കുള്ളതാ. അക്കാര്യത്തിൽ എന്താണ് സംശയം? ഇനിയുള്ള രാത്രികൾ അവൾ നമുക്കായി മാറ്റിവെച്ചോളും. എന്നാലും തീരത്തില്ല എനിക്ക് അവളോടുള്ള കലിപ്പ്. പിന്നെ വിളിക്കാൻ വിടാ. കലേഷ് ഫോൺ വച്ചിട്ട് വീണ്ടും മുറിയിലൂടെയുള്ള നടപ്പ് തുടർന്നു. കഴിഞ്ഞയാഴ്ചയാണ് മറയൂരിൽ വെച്ച് ഒരു സുഹൃത്ത് വഴി ഒരാളെ പരിചയപ്പെട്ടത്. നേരത്തെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം സ്റ്റാമ്പിനെ കുറിച്ചറിഞ്ഞപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ ഒരു തരം കൊതിയായി. സാമ്പിളാണ് ആൾ തന്നത്. കൊള്ളാമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സ്റ്റാമ്പിന് 2000 രൂപ. കുറേ കുട്ടികൾക്ക് ഇത് വിതരണം ചെയ്താൽ തനിക്കുള്ളത് ഫ്രീ ആണെന്ന് കരാർ. പക്ഷേ വാങ്ങുന്നതിൻ്റെ കാശ് റൊക്കമായി കൊടുക്കണം. കലേഷ് കുറച്ചു നേരം കൂടി കാത്തു. പപ്പയും മമ്മിയും ഉറങ്ങിയെന്ന് തീർച്ചയായപ്പോൾ മുറിയിൽ നിന്നിറങ്ങി. പണം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അവനറിയാം. ഇൻകം ടാക്സുകാരെ വെട്ടിക്കാൻ പപ്പ ചെയ്തിരിക്കുന്ന പണി. കലേഷ് നേരെ പൂജാമുറിയിലെത്തി. അവിടുത്തെ ദേവി വിഗ്രഹത്തിൻ്റെ വലിയ പീഠത്തിന് പിന്നിലേക്ക് കൈ കടത്തി. മുറിയിലെ 0 വാട്ട് ബൾബിൻ്റെ വെളിച്ചത്തിൽ അവിടെ തുറന്നു. 2000-ൻ്റെയോ 500-ൻ്റെയോ അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകെട്ടുകൾ. 2000-ൻ്റെ ഒരു കെട്ട് അവനെടുത്തു. തനിക്ക് ടൂറിന് പോകാനും ലഹരി സ്റ്റാമ്പുകൾ വാങ്ങാനും ഇത് മതി. അവൻ്റെ മുഖത്ത് സന്തോഷം അലതല്ലി. കുണ്ടാക്കാട്. തന്മയ ഉറക്കം വരാതെ കിടന്ന് നെടുവീർപ്പിട്ടു. കലേഷ് വന്നാൽ, അവനെ ആരെങ്കിലും കണ്ടാൽ സുഖദേവ് സാറിനെ അവനെ എങ്ങനെ തടയാൻ സാധിക്കും? താനൊരു തീച്ചൂളയിലാണെന്ന് തന്മയ്ക്ക് തോന്നി. എന്താടി, നീ ഉറങ്ങിയില്ലേ? അരികിൽ പത്മത്തിൻ്റെ ചോദ്യം. അവളൊന്ന് ഞെട്ടി. ഉറക്കം വരുന്നില്ല അമ്മേ. എങ്കിൽ എണീറ്റിരുന്ന് വല്ലതും പഠിക്കേ. തന്മയ അതിന് മറുപടി പറഞ്ഞില്ല. ശ്വാസം പോലും നിയന്ത്രിച്ച് അവൾ കിടന്നു. സമയം കടന്നു പോവുകയാണ്. പുറത്ത് എന്തെങ്കിലും ഒരൊച്ച കേട്ടാൽ അവൾ ഞെട്ടും. കലേഷ് വരികയാണെന്ന് കരുതും. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് ഉള്ളുരുകി പ്രാർത്ഥിക്കും. നേരം എത്രയായെന്നൊന്നും അവൾക്കറിഞ്ഞുകൂടാ. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചിരിക്കുകയാണ്. സമയം 10:30. കലേഷ് തൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഇപ്പോൾ പോയാൽ കൃത്യസമയത്ത് തന്മയുടെ വീട്ടിലെത്താം. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്ന് അവൻ പുറത്തിറങ്ങി. എന്നിട്ട് പോർച്ചിലേക്ക് നടന്നു. ഉരുട്ടുന്ന ശബ്ദം കേൾക്കാതിരിക്കാനായി സൈക്കിൾ പൊക്കിയെടുത്തുകൊണ്ട് അവൻ ഗേറ്റിനടുത്തെത്തി. ഗേറ്റിൻ്റെ ഓടാമ്പൽ നേരത്തെ നീക്കി വെച്ചിരുന്നു. അപ്പുറം കടന്ന് അവൻ സൈക്കിളിൽ കയറി. റോഡിലേക്ക് ചെറിയൊരു ഇറക്കമാണ്. ഗേറ്റിലെ വെളിച്ചം അവിടെ വരെ എത്തുന്നുണ്ട്. സൈക്കിൾ ചവിട്ടാതെ തന്നെ താഴേക്കുരുണ്ടു. റോഡിൽ എത്താറായപ്പോഴേക്കും വേഗത കൂട്ടി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. തൻ്റെ നെഞ്ചിൽ എന്തോ കുരുങ്ങിയതുപോലെ കലേഷിന് തോന്നി. അടുത്ത നിമിഷം അവൻ മലർന്ന് പിന്നിലേക്ക് വീണു. സൈക്കിൾ തനിയെ മുന്നോട്ടോടി റോഡിനപ്പുറത്തെ പാറയിൽ ചെന്നിടിച്ചു മറിഞ്ഞു. കലേഷിൻ്റെ തൊണ്ടയിൽ നിന്ന് അവ്യക്തമായൊരു വിലാപം പുറത്തു വന്നു. പക്ഷേ അത് പാതിക്ക് മുറിഞ്ഞു. നടുവിന് അത്രയ്ക്ക് വേദനയുണ്ടായിരുന്നു. എങ്കിലും വഴിയിൽ കൈക്കുത്തി അവൻ ചാടി എഴുന്നേറ്റു. താൻ എങ്ങനെയാണ് വീണത്? അവൻ ചുറ്റും നോക്കി. തൻ്റെ മുന്നിൽ നെഞ്ചോളം ഉയരത്തിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു കമ്പി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ അത് കണ്ടു. ഞെട്ടിപ്പോയി കലേഷ്. തന്നെ വീഴ്ത്താനായി ആരോ അത് മനഃപൂർവ്വം കെട്ടിയതാണെന്ന് ഉറപ്പ്. വീണ്ടും ഭീതിയോടെ അവൻ ചുറ്റും നോക്കി. ആരുമില്ല. താൻ രാത്രിയിൽ ഇറങ്ങി വരുമെന്ന് ആരറിഞ്ഞു? അതോ ഇനി പപ്പയുടെ ശത്രുക്കൾ ആരെങ്കിലുമോ? പരിസരത്തെങ്ങും ജീവടിൻ്റെ പോലും ശബ്ദമില്ല. ലഹരി സ്റ്റാമ്പിൻ്റെ ത്രില്ലിൽ അവൻ വീഴ്ചയുടെ വേദന മറന്നു. പകരം മനസ്സിൽ ഒരു തരം പക രൂപപ്പെട്ടു. തന്മയെ ഇന്ന് കീഴടക്കിയിരിക്കണം. അവൻ ആ കമ്പി അഴിച്ച് ചുരുട്ടി അകലേക്കെറിഞ്ഞു. ശേഷം റോഡിനപ്പുറത്തേക്ക് ചെന്നു. അവിടെ വീണ് കിടക്കുന്ന സൈക്കിൾ എടുക്കാനായി കുനിഞ്ഞു. ആ നിമിഷം പാറയ്ക്കപ്പുറത്ത് നിന്ന് ഒരു രൂപം ഉയർന്നു വന്നു. കലേഷ് വിറച്ചുപോയി. ആ രൂപത്തിൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഒരു കറുത്ത തുണി കൊണ്ട് മറച്ചു കെട്ടിയിരിക്കുകയാണ്. കണ്ണുകളുടെ ഒരു ഭാഗത്ത് മാത്രം 2 ദ്വാരങ്ങൾ. ആരടാ നീ? ചോദിച്ചെങ്കിലും കലേഷിൻ്റെ നാവിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. മുഖം മറച്ചയാൾ പാറപ്പുറത്തേക്ക് ചാടിക്കയറി. ഒപ്പം എന്തോ വീശി ഒരടി. കലേഷിൻ്റെ ഇടതു തോളിനാണ് അടിയേറ്റത്. ആ,
നിലവിളിച്ചുകൊണ്ട് കലേഷ് സൈക്കിളിന് പുറത്തേക്ക് തന്നെ വീണു. ആ മനുഷ്യൻ കുനിഞ്ഞ് അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് കലേഷിൻ്റെ കാൽമുട്ടിൽ ഒറ്റയിടി. പപ്പാ! അലറിപ്പോയി അവൻ. ഇടിയേറ്റ ഭാഗത്ത് കയ്യമർത്തിക്കൊണ്ട് അവൻ അവിടെ കിടന്നു ഉരുണ്ടു. അപ്പോൾ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ താഴെ വീണു. ആ മനുഷ്യൻ അതെടുത്തു. പിന്നെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്ത് തുറന്നു. ആസിറിൻ്റെ തുളഞ്ഞു കയറുന്ന ഗന്ധം അവിടെ പരന്നു. അയാൾ കുപ്പി ചരിച്ചു. മഴത്തുള്ളികൾ പോലെ ആസിഡ് കലേഷിൻ്റെ മുഖത്തേക്ക് പതിഞ്ഞു. നിലവിളിച്ചപ്പോൾ കുറച്ച് വായിലും തീത്തുള്ളികൾ കണക്കെ മാംസം കരിഞ്ഞു തുളഞ്ഞ് അകത്തേക്ക് വരുന്നത് അവനറിഞ്ഞു. എടാ! കലേഷ് അലറിയെങ്കിലും ശബ്ദം വ്യക്തമായില്ല. മുഖം മറച്ച മനുഷ്യൻ യാതൊരു തിടുക്കവും കൂടാതെ അവിടെ നിന്ന് പോയി. കലേഷ് മൂളിയും ഞരങ്ങിയും അവിടെ തന്നെ കുറേ നേരം കിടന്നു. തുടർന്ന് തറയിലൂടെ വീട്ടിലേക്ക് ഇഴഞ്ഞു. ശരിക്കും നടക്കാനാവുന്നില്ല. കണ്ണുകൾ തുറക്കാൻ അവന് കഴിഞ്ഞു. അവിടെ ആസിഡ് വീണിട്ടില്ലെന്ന് ഉറപ്പ്. കോടമഞ്ഞ് എല്ലായിടത്തും വ്യാപിക്കുകയായിരുന്നു. താഴ്വരയിലെത്തിയിട്ട് കലേഷിനെ ആക്രമിച്ചയാൾ മുഖം മൂടി വലിച്ചഴിച്ചു കളഞ്ഞിട്ട് അകന്നു പോയി. സമയം എത്രയാണെന്നറിയില്ല. തന്മയ്ക്ക് അത് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. കലേഷ് ഏത് സമയത്തും എത്തുമെന്ന് അവൾ കരുതി. അവസാനം എപ്പോഴോ ഒന്ന് മയങ്ങി. അധിക നേരം കഴിയും മുമ്പേ നേരം പുലരാറായി എന്ന് പറഞ്ഞ് പത്മം അവളെ വിളിച്ചുണർത്തുകയും ചെയ്തു. അവൻ വന്നില്ല. അല്ലേ ചേച്ചി? അമ്മ അടുക്കളയിലേക്ക് പോയതും ആദ്യ തന്മയോട് തിരക്കി. ഇല്ല. സുഖദേവ് സാർ എങ്ങനെയാണാവോ അവനെ തടഞ്ഞത്? ആദ്യ പിറുപിറുത്തു. അതെങ്ങനെയും ആവട്ടെ, ആരെന്ത് ചോദിച്ചാലും ഇക്കാര്യം നമ്മൾ മറ്റാരോടും പറയാൻ പാടില്ല. നേരത്തെ ഉണ്ടായതുപോലെ അബദ്ധമൊന്നും ഇനി നീ കാണിക്കരുത്. ഇല്ല, ആദ്യം സമ്മതിച്ചു. അപ്പോഴേക്കും പത്മത്തിൻ്റെ അടുത്ത വിളി വന്നു. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ടാണ് ഡോക്ടർ കലാധരനും സരസമ്മയും ഉണർന്നത്. ഇത്ര വെളുപ്പിന് ഇതാരാ? പിറുപ്പുറത്തുകൊണ്ട് സരസമ്മ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അഴിഞ്ഞ മുടി വാരിക്കെട്ടി. നീ പോയി നോക്ക്, കലാധരൻ പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നു. ഹാളിലെത്തിയ സരസമ്മ അവിടുത്തെ ലൈറ്റ് തെളിച്ചു. ജനാലയ്ക്കപ്പുറത്ത് മഞ്ഞിൻ്റെ പടലം കാണാം. പെട്ടെന്ന് വാതിൽക്കലെന്തോ വീഴുന്ന ശബ്ദവും ഒപ്പം ഒരു ഞരക്കവും കേട്ടു. സരസമ്മയ്ക്ക് പേടി തോന്നി. അവർ ചെന്ന് ഭർത്താവിനെ കൂടി വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ കലാധരനാണ് വാതിൽ തുറന്നത്. സിറ്റൗട്ടിൽ ഒരാൾ കിടക്കുന്നു. ആരാടാ? കലാധരൻ ഒച്ച വെച്ചു. പപ്പാ! ഒരു നേരിയ ശബ്ദം. ഞെട്ടലോടെ അയാൾ സിറ്റൗട്ടിലെ ലൈറ്റിട്ടു. കലാധരനും സരസമ്മയും നടുങ്ങി. ഒരു വശം ചെരിഞ്ഞു കിടക്കുന്നത് കലേഷാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മുഖത്തെ തൊലിയൊക്കെ പൊളിഞ്ഞ് ഒരു പ്രേതരൂപം പോലെ. മോനെ! സരസമ്മ വിലപിച്ചു. നീ എങ്ങനെ ഇവിടെ വന്നടാ? ആരാ നിന്നോടിത് ചെയ്തത്? അവർ തറയിലേക്ക് കുനിഞ്ഞ് അവനെ വലിച്ചുയർത്താൻ ശ്രമിച്ചു. കഴിയുന്നില്ല. കലാധരൻ കൂടി ചേർന്ന് അവനെ താങ്ങിപ്പിടിച്ച് കസേരയിലിരുത്തി. കലേഷിൻ്റെ മുഖം. മകൻ അത്യാസന്ന നിലയിലാണെന്ന് അയാൾ അറിഞ്ഞു. തൻ്റെ ഹോമിയോ ചികിത്സ കൊണ്ട് അവനെ രക്ഷിക്കാൻ കഴിയില്ല. നിർത്താതെ നിലവിളിക്കുകയാണ് സരസമ്മ. കലാധരന് ദേഷ്യം വന്നു. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവനെ വേഗം ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. കലാധരനും സരസമ്മയും വേഗം ഒരുങ്ങി. അവർ കലേഷിനെ കാറിൽ കയറ്റി നേരെ മറയൂർക്ക് പാഞ്ഞു. റോഡിൽ മഞ്ഞായിരുന്നതിനാൽ ഡ്രൈവിംഗ് ദുസ്സഹമായിരുന്നു. യാത്രക്കിടയിൽ കലേഷ് തനിക്ക് സംഭവിച്ചത് പറഞ്ഞു. മറച്ചു വയ്ക്കേണ്ടത് അത്രയും മറച്ചിട്ട്. നീ എന്തിനാ ആ നേരത്തെ ഞങ്ങളറിയാതെ അങ്ങോട്ട് പോയത്? കലാധരൻ കോവിൽക്കടവിലെ വളവ് വീശിയെടുത്തു. അത് അഭിജിത്തിൻ്റെ വീട്ടിലേക്ക് പോയതാ. എന്തിന്? അവൻ്റെ പപ്പയോട് എനിക്കും കൂടി ടൂറിന് പോകാൻ കാശ് തരാമോ എന്ന് ചോദിക്കാൻ. കലാധരൻ്റെ മനം മുലഞ്ഞു. സരസമ്മ അയാളെ കുറ്റപ്പെടുത്തുന്ന മട്ടിൽ നോക്കി. പക്ഷേ ആ സമയത്ത് നിന്നെ അവിടെ വന്ന് ആക്രമിച്ചതാരാ? കലേഷിന് ഉത്തരമില്ല. അയാൾ എന്തു പറഞ്ഞു? ആ ശബ്ദം നിനക്ക് തിരിച്ചറിയാൻ പറ്റിയോ? അയാൾ ഒന്നും മിണ്ടിയില്ല. കാർ ഹോസ്പിറ്റലിലെത്തി. അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ ഫസ്റ്റ് എയ്ഡ് മാത്രം ചെയ്തു. മൂന്നാറിനോ അടിമാലിക്കോ കൊണ്ടുപോകണം. കാൽമുട്ടിലും തോളലിലും ഫ്രാക്ചറുണ്ട്. സ്കാൻ ചെയ്യണം. പിന്നെ മുഖം ആസിഡ് വീണ് വെന്തിരിക്കുകയാണ്. ഡോക്ടർക്കറിയാമല്ലോ. ഡ്യൂട്ടി ഡോക്ടർ കലാധരനോട് പറഞ്ഞു. അവിടെ നിന്ന് കലേഷിനെ മൂന്നാറിലേക്ക് കൊണ്ടുപോയി. അടുത്തിടത്തിറങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്. അതിനിടെ കലാധരൻ പോലീസിനും തോട്ടൻ രാജനും ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. രാവിലെ 9:30 വല്യശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയപ്പോഴാണ് തന്മയും ആദ്യയും കലേഷിനെ കുറിച്ച് അറിയുന്നത്. ഹരിതയാണ് അവരോട് പറഞ്ഞത്. ആർക്കും വ്യക്തമായി ഒന്നും അറിയത്തില്ല. കലേഷിൻ്റെ കാല് ആരോ തല്ലിയൊഴിച്ചെന്നോ മുഖത്ത് ആസിഡ് ഒഴിച്ചെന്നോ ഒക്കെയാ പറയുന്നത്. അത് കേട്ട് ആദ്യ തന്മയെ ഒന്ന് നോക്കി. ഒന്നും മിണ്ടരുതെന്ന് അവൾ അഞ്ചെത്തിയെ കണ്ണടച്ചു കാട്ടി. ഇൻ്റർവെൽ സമയത്താണ് തന്മയ സുഖദേവ് സാറിനെ കണ്ടത്. സാർ, കലേഷ്. അവൾ ബാക്കി പറയും മുമ്പ് അയാൾ അറിയിച്ചു. പ്രവൃത്തി ദോഷം, അല്ലാതെന്താ? ഇങ്ങനെയുള്ളവർക്ക് ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ തിരക്കേണ്ട കാര്യമില്ല. ഏതായാലും അവൻ്റെ ശല്യം നിനക്ക് തൽക്കാലം ഉണ്ടാവില്ല. ഭാഗ്യമെന്ന് കരുതുക. അവൾക്ക് പിന്നെയും എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സുഖദേവ് നടന്നു കഴിഞ്ഞു. അന്ന് സ്കൂളിലെ ചർച്ച മുഴുവൻ കലേഷിനെ കുറിച്ചായിരുന്നു. പലരും തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ മെനഞ്ഞു. ഉച്ചയ്ക്ക് പ്രിൻസിപ്പൽ ബാബുരാജ് അഭിലാഷിനെയും സുഖദേവിനെയും ഒക്കെ തൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. കാര്യം എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണ്ടേ സാറന്മാരെ? സംഭവം നടന്നത് വീട്ടിൽ വെച്ചാണെങ്കിലും അവൻ നമ്മുടെ വിദ്യാർത്ഥിയല്ലേ? സുഖദേവ് അഭിലാഷിനെ ഒന്ന് നോക്കി. എന്താ സാറിൻ്റെ അഭിപ്രായം? നമ്മൾ ചെന്നാൽ ഡോക്ടർ കലാധരൻ്റെ പ്രതികരണം എങ്ങനെയിരിക്കും? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം.
അങ്ങനെ തീരുമാനിച്ചു. പ്രിൻസിപ്പലിനൊപ്പം അദ്ദേഹത്തിൻ്റെ കാറിൽ വിജയബാബുവും സുഖദേവും അഭിലാഷും മൂന്നാറിന് തിരിച്ചു. അവിടെ എത്തുമ്പോൾ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വല്ലീശ്വരൻ ധർമ്മരാജ്, തോട്ടൻ രാജൻ എന്ന രാജശേഖരൻ, ഡോക്ടർ കലാധരൻ എന്നിവരുണ്ട്. അധ്യാപകരുടെ സംഘത്തെ കണ്ടതോടെ ധർമ്മരാജൻ്റെ മുഖം മുറുകി. സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് അപകടം പറ്റിയിട്ട് ഇപ്പോഴാണോ നിങ്ങൾ അന്വേഷിക്കാൻ വരുന്നത്? സാർ, പ്രിൻസിപ്പൽ ബാബുരാജ് എന്തോ പറയാൻ ഭാവിച്ചു. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. ഈ നേരം വരെ സ്കൂളിൽ ചൂട് പിടിച്ച ചർച്ചയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. അതെങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ആഹ്ലാദിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ടല്ലോ. സുഖദേവിനെ നോക്കിയാണ് അയാൾ അത് പറഞ്ഞത്. സുഖദേവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ മാനേജരായതിനാലും നിൽക്കുന്ന സ്ഥലം ഹോസ്പിറ്റലിലായതിനാലും വേണ്ടെന്ന് വെച്ചു. ധർമ്മരാജ് പോയതിനു ശേഷം തോട്ടൻ രാജനാണ് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. കലേഷ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഖം അതാരോ ആസിഡ് വീഴ്ത്തിയതാണ്. അത് നേരെയാകണമെങ്കിൽ കാലതാമസമെടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നേക്കും. ഏതായാലും അത് ചെയ്തവനെ 24 മണിക്കൂറിനകം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ട്. അത് വഴിയെ വ്യക്തമാകും. കുറച്ചു നേരം അവിടെ ചെലവഴിച്ചിട്ട് അധ്യാപകർ മടങ്ങി. ICUവിലായതിനാൽ അവർക്ക് കലേഷിനെ കാണാൻ സാധിച്ചില്ല. 3-ാം ദിവസം കലേഷിനെ റൂമിലേക്ക് മാറ്റി. പൊള്ളിയതായതിനാൽ അവൻ്റെ മുഖത്ത് ബാൻഡേജ് ചെയ്തിരുന്നില്ല. അവിടെ മരുന്നിട്ടിരിക്കുകയാണ്. തോളലിനും കാൽമുട്ടിനും ഓപ്പറേഷൻ നടത്തിയിരുന്നു. പോലീസ് അന്വേഷണം ഒരിടത്തും എത്തിയുമില്ല. കലേഷിനെ കണ്ണാടിയിലൂടെയോ മറ്റോ സ്വന്തം മുഖം കാണിക്കരുതെന്ന് ഡോക്ടർമാർ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. സ്വന്തം രൂപം കണ്ടാൽ അവൻ അക്രമാസക്തനാവാൻ വളരെ സാധ്യതയുണ്ടത്രേ. പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് പോലും അവൻ കാര്യമായി പ്രതികരിച്ചില്ല. മറ്റാരോടും കഴിവതും സംസാരിക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. എന്നാൽ അഭിജിത്ത് വന്നപ്പോൾ മാത്രം അവൻ സംസാരിച്ചു. കൂട്ടുകാർക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവർ റൂമിൽ നിന്ന് മാറി. അഭിജിത്തെ, കലേഷ് പകയോടെ സംസാരിച്ചു തുടങ്ങി. ഇങ്ങനെയൊന്നും സംഭവിച്ചതല്ല എനിക്ക് സങ്കടം. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നതുവരെ അവൾ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ടാ. അഭിജിത്ത് എന്തോ ചിന്തിച്ചിട്ട് തിരക്കി. നീ ആ സമയത്ത് വീട്ടിൽ നിന്നിറങ്ങുന്ന കാര്യം അവൾക്കും എനിക്കും മാത്രമല്ലേ അറിയാമായിരുന്നുള്ളൂ? അതെ. എങ്കിൽ പിന്നെ അവൾ ആരെയെങ്കിലും കൊട്ടേഷൻ ഏൽപ്പിച്ചതാണെങ്കിലോടാ. അതിന് അത്താഴപ്പട്ടിണിക്കാരിയായ അവൾക്ക് എവിടുന്ന പണം? മാത്രമല്ല അവൾക്കൊരു ലവർ ഉള്ളതായി നമുക്കറിയത്തുമില്ല. അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ അവൾക്കുള്ളത് ഒരമ്മാവനും മക്കളുമാണ്. അവർക്കൊന്നും എന്നെ തൊടാനുള്ള ആംബിയറുമില്ല. ഒരു നേഴ്സ് അകത്തേക്ക് വന്നപ്പോൾ അവർ സംസാരം നിർത്തി. നേഴ്സ് കലേഷിന് ഒരു ഇഞ്ചക്ഷൻ നൽകിയിട്ട് പോയി. അഭിജിത്തെ, കലേഷ് വിളിച്ചു. ഞാൻ ഇവിടെയാണെങ്കിലും അവളങ്ങനെ സന്തോഷത്തോടെ ഇരുന്നുകൂടാ. നമ്മുടെ കയ്യിലുള്ള ആ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കണം. ഇപ്പോൾ അതെൻ്റെ ഒരു വാശി തന്നെയാ. അത് നിൻ്റെ ഫോണിലായിരുന്നില്ലേ? ഓർമ്മ തെറ്റുപോലെ കലേഷ് ഒന്നനങ്ങി. എൻ്റെ ഫോൺ അതെവിടെയാടാ? അതെനിക്കറിയില്ല. അങ്കിളുടെയോ ആൻറ്റിയുടെയോ പക്കൽ കാണും. ഇല്ലടാ, കലേഷ് തീർത്തു പറഞ്ഞു. അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അടികിട്ടി വീണപ്പോൾ അത് താഴെ വീണത് ഞാൻ ഓർക്കുന്നു. എങ്കിലത് അയാൾ എടുത്തിരിക്കും. അല്ലെങ്കിൽ അവിടെ കിടന്ന് മറ്റാരെങ്കിലും, പെട്ടെന്ന് കലേഷ് പറഞ്ഞു. എനിക്കുറപ്പാടാ, ആ ശത്രു അയാൾ തന്നെയാണ്. ഞാനാണ് തന്മയുടെ അച്ഛനെ കൊന്നതെന്ന് പോലീസിനോട് പറഞ്ഞയാൾ. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. അതിൻ്റെ പക തീർത്തതാ അയാൾ. അഭിജിത്തിന് ഞെട്ടിപ്പോയി. പ്രഭാകരൻ്റെ കൊലയാളി കലേഷാണെന്ന് അവൻ ഇപ്പോഴാണ് അറിയുന്നത്. ആ രഹസ്യം തോട്ടൻ രാജൻ വീട്ടിലാരോടും പറഞ്ഞിരുന്നില്ല. അഭിജിത്തെ, എടാ. കലേഷിൻ്റെ ശബ്ദം കേട്ട് അഭിജിത്ത് ഞെട്ടി ഉണർന്നതുപോലെ നോക്കി. നീ എന്താടാ സ്വപ്നം കാണുകയാണോ? അഭിജിത്തിൻ്റെ മുഖത്ത് ഒരു പകപ്പ് ബാക്കിയായി. കലേഷ് ചിരിക്കുകയാണ്. അപ്പോൾ ആ മുഖം കൂടുതൽ ഭീകരമായി, ചില ഇംഗ്ലീഷ് പ്രേത സിനിമകളുടേതുപോലെ. എന്നാലും തൻ്റെ കൂട്ടുകാരൻ ഒരു കൊലയാളിയാണെന്ന് വിശ്വസിക്കാൻ അഭിജിത്തിനായില്ല. കലേഷുമായി ചേർന്ന് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. കൊട്ടേഷൻ കൊടുത്ത് പലരെയും തല്ലിയിട്ട് വരെയുണ്ട്. എന്നാലും ഇത്... എടാ പൊട്ടാ, കലേഷ് വീണ്ടും വിളിച്ചു. ആ, അവൻ പകപ്പോടെ തിരിഞ്ഞു. നീ എന്താടാ മേടിച്ചിരിക്കുന്നത്? കലേഷ് പിന്നെയും ചിരിച്ചു. എന്നാലും എടാ, അഭിജിത്ത് പറഞ്ഞു. ഇത്രയും ധൈര്യം നിനക്കുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കലേഷിന് സന്തോഷമേറി. തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് ഓർത്തപ്പോൾ അഭിജിത്തിന് കുളിരുണ്ടായി. ഇവൻ എന്തിനും പോന്നവനാണ്. ഇവനൊപ്പമുണ്ടെങ്കിൽ തനിക്കൊക്കെ എന്തും ചെയ്യാം. കലേഷിൻ്റെ ശബ്ദം വീണ്ടും അവനെ ഉണർത്തി. ആ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും വച്ച് താമസിപ്പിച്ചുകൂടാ. നീ എൻ്റെ പപ്പയെ വിളിക്ക് വേഗം. കലേഷ് തിടുക്കം കൂട്ടി. അഭിജിത്ത് പുറത്തേക്ക് പോയി. നീളൻ ഇടനാഴിയിലെ ഫൈബർ കസേരയിലിരിക്കുകയായിരുന്നു ഡോക്ടർ കലാധരൻ. അഭിജിത്ത് അയാളെ കൂട്ടിക്കൊണ്ട് വീണ്ടും കലേഷിൻ്റെ അടുത്ത് വന്നു. പപ്പ, എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചവനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കലേഷ് പറഞ്ഞപ്പോഴേ ഡോക്ടർക്ക് ആകാംക്ഷയായി. ആരാടാ അത്? അയാൾ നേരത്തെ എനിക്കൊരു ഭീഷണിക്കത്ത് അയച്ചിരുന്നു. അതിനുശേഷമായിരുന്നു പോലീസിൻ്റെ വരവ്. അയാൾ തന്നെയാ എന്നെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത്. എനിക്കുറപ്പാ. പപ്പ, ആ SI ഗിരിധരനെ ഒന്ന് വിളിക്കേ. അയാൾ ആരുടെ പേരാണോ പറയുന്നത് ആ മനുഷ്യൻ തന്നെയാ ഇത് ചെയ്തത്. എങ്കിൽ കലാധരൻ മകന് ഉറപ്പ് കൊടുത്തു. അവനെ ഞാൻ ആസിഡ് വീപ്പയിലിട്ട് ദ്രവിപ്പിച്ചെടുക്കും.
കാറ്റ് പോലെ കലാധരൻ പുറത്തേക്ക് പാഞ്ഞു. അതിനിടയിൽ തന്നെ തോട്ടൻ രാജനെ വിളിച്ച് വല്ലീശ്വരൻ ധർമ്മരാജന്റെ ബംഗ്ലാവിലേക്ക് വരാൻ നിർദ്ദേശിച്ചു. ധർമ്മരാജന്റെ ബംഗ്ലാവ് മുന്നിലും പിന്നിലുമായാണ് കലാധരന്റെയും തോട്ടൻ രാജന്റെയും കാറുകൾ അവിടെ എത്തിയത്. നേരത്തെ ഫോൺ ചെയ്തിരുന്നതിനാൽ ധർമ്മരാജ് അവരെ കാത്തിരിക്കുകയായിരുന്നു. വാ, ഇരിക്കെ. ബംഗ്ലാവിന്റെ വിശാലമായ ലിവിംഗ് റൂമിൽ അയാൾ അവരെ സ്വീകരിച്ചിരുത്തി. തൻ്റെ മകന് എങ്ങനെയുണ്ട്? ധർമ്മരാജ് ഡോക്ടറെ നോക്കി. ജീവനോടുണ്ടെന്നല്ലാതെ. കലാധരൻ പൂർത്തിയാക്കിയില്ല. ധർമ്മരാജൻ അമർത്തി മൂളി. പോലീസ് ഇതുവരെ ഒന്നും കണ്ടെത്തിയില്ല അല്ലേ? ഇല്ല, അതേക്കുറിച്ച് സംസാരിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കലാധരൻ കാര്യം പറഞ്ഞു. ധർമ്മരാജ് ചിന്താധീനനായി. സത്യം പറയാമല്ലോ ഡോക്ടറെ, നമ്മളെക്കാളൊക്കെ ബുദ്ധിയുണ്ട് തൻ്റെ മകന്. നമുക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. അതെ, തോട്ടൻ രാജനും സമ്മതിച്ചു. ഗിരിധരൻ, അയാളുടെ നാവനങ്ങിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. പക്ഷേ അയാൾ പറയുമോന്നാ എൻ്റെ സംശയം. കലാധരന് ആശങ്കയുണ്ടായിരുന്നു. പറയാതിരിക്കാൻ കാര്യമെന്താ? നമ്മൾ അത്രയും കൊടുത്തതല്ലേ? ധർമ്മരാജ് ഫോണെടുത്ത് ഗിരിധരൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ്. നാശം. ഫോൺ ഓഫ് ചെയ്തു വച്ചിട്ട് അവനിത് എവിടെ പോയി കിടക്കുക? ധർമ്മരാജിന് ദേഷ്യം വന്നു. അയാൾ തൻ്റെ പരിചയക്കാരായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. അവർക്കും അറിയില്ല. അവസാനം അയാൾ SP-യുമായി തന്നെ ബന്ധപ്പെട്ടു. കുറച്ച് വൈകിപ്പോയല്ലോ ധർമ്മരാജേ. ഗിരിധരൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ദുബായിക്ക് പറന്നു. ഒരു പ്ലഷർ ഫാമിലി ട്രിപ്പ്. ബാക്കി കേൾക്കാതെ ധർമ്മരാജ് കോൾ മുറിച്ചു. നായിൻ്റെ മോൻ നമ്മൾ കൊടുത്ത 25 ലക്ഷവുമായിട്ട് ദുബായിൽ ഉല്ലസിക്കാൻ പോയിരിക്കുന്നു. കലാധരൻ്റെയും തോട്ടൻ രാജൻ്റെയും മുഖങ്ങളിലെ വെളിച്ചം കെട്ടു. സാരമില്ല. എടോ രാജശേഖര, തൻ്റെ സ്വാധീനം വെച്ച് മറയൂർ സ്റ്റേഷനിലൊന്ന് തിരഞ്ഞു നോക്ക്. SIയെ കാണാൻ ആ ദിവസങ്ങളിൽ ആരൊക്കെ ചെന്നിരുന്നെന്ന് ധർമ്മരാജ് നിർദ്ദേശിച്ചു. തോട്ടൻ രാജൻ സമ്മതിച്ചു. പക്ഷേ അയാൾക്കറിയാം കാര്യം നടക്കില്ലെന്ന്. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും പലതവണ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. പോലീസിന് 5 പൈസ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവന്മാർക്ക് തന്നോട് വെറുപ്പും പുച്ഛവുമാണ്. ധർമ്മരാജനോട് യാത്ര പറഞ്ഞ് കലാധരനും തോട്ടൻ രാജനും മടങ്ങി. 2 ദിവസം കഴിഞ്ഞു. സബ് ജില്ലാ കലോത്സവത്തിന് സ്കൂളിൽ നിന്നുള്ള ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട സമയമായി. വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒന്നൊഴികെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കി. ഇനിയുള്ളത് ഒരേയൊരു മത്സര വിഭാഗമാണ്, കോൽക്കളി. അതിൻ്റെ റിസൾട്ട് കലേഷും മറ്റും അന്നുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിൽ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ ബാബുരാജ് അടിയന്തരമായി സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി വിഷയം അവതരിപ്പിച്ചു. കലോത്സവ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇതാണ്. വിധി നിർണയം നടത്തിയത് നമ്മളല്ല, പുറമേ നിന്നുള്ള ജഡ്ജസാണ്. അവർ അർഹരെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനപ്പുറം നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട കാര്യമെന്താ? സുഖദേവ് ചോദിച്ചു. അധ്യാപകരിൽ ഭൂരിഭാഗം പേർക്കും അതേ അഭിപ്രായമായിരുന്നു. എന്നാൽ അഭിലാഷ് സാർ സംശയം പ്രകടിപ്പിച്ചു. കലേഷ് ഹോസ്പിറ്റലിലായ നിലയ്ക്ക് അവൻ്റെ ഗ്രൂപ്പുകാർ ഇനി പ്രശ്നമുണ്ടാക്കില്ലെന്ന് കരുതാം അല്ലേ? വിദ്യ ടീച്ചർക്ക് ദേഷ്യം വന്നു. നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഭയക്കാൻ തുടങ്ങിയാൽ എങ്ങനെ സാറേ? അന്ന് ഫസ്റ്റ് കിട്ടിയവരെ തന്നെ വേണം മത്സരത്തിന് അയക്കാൻ. അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയാണ്. സ്റ്റാഫ് മീറ്റിങ്ങിൽ ആ തീരുമാനം ഉറപ്പിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അഭിജിത്ത് അടക്കം ഒരു സംഘം കുട്ടികൾ വാതിൽക്കലേക്ക് തള്ളിക്കയറി വന്നത്. എന്താണോ? പ്രിൻസിപ്പൽ തിരക്കി. അല്ല സാറേ, സബ് ജില്ലാ കലോത്സവത്തിൽ കോൽക്കളിക്ക് ആരെയെ വിടുന്നതറിയാമെന്താ? അർഹതയുള്ളവരെ ഞങ്ങൾ വിട്ടോളാം. പറഞ്ഞത് വിജയ് ബാബുവാണ്. അത് നടക്കത്തില്ല സാറേ. ഞങ്ങളെ അല്ലാതെ മറ്റാരെ വിട്ടാലും ഇവിടെ പലതും നടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. കലേഷ് ആശുപത്രിയിലാണെന്ന് കരുതി ആരും ജയിച്ചെന്ന് കരുതല്ലേ? അവനും കൂട്ടുകാരും തിരിഞ്ഞു നടന്നു. അധ്യാപകർ പ്രതിസന്ധിയിലായി. അവസാനം PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം കമ്മിറ്റി കൂടി. എൻ്റെ മകൻ ഇവിടെയില്ലെങ്കിലും അവൻ്റെ ഗ്രൂപ്പിനെ തന്നെ അയക്കണമെന്ന എൻ്റെ അഭിപ്രായം. അവന് പകരമായി മറ്റൊരാളെ ഉൾപ്പെടുത്തുക, അത്ര തന്നെ. മാനേജറുടെ അഭിപ്രായവും അതാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാം, ഡോക്ടർ കലാധരൻ പറഞ്ഞു. അതെ, അങ്ങനെ തന്നെ മതി. തോട്ടൻ രാജനും പിന്താങ്ങി. പക്ഷേ അന്ന് വിജയിച്ച കുട്ടികൾ പ്രശ്നമുണ്ടാക്കിയാലോ? പ്രിൻസിപ്പൽ ഇരുവരെയും മാറി മാറി നോക്കി. അതൊക്കെ നിങ്ങളെ ടീച്ചേഴ്സ് നോക്കേണ്ട കാര്യമാണ്. കലാധരൻ കൈയൊഴിഞ്ഞു. സുഖദേവ് ഒന്നും മിണ്ടാതെ എല്ലാം കണ്ടും കേട്ടുമിരുന്നു. താൻ എത്ര എതിർത്താലും അവസാനം ചെന്നെത്തുന്നത് എവിടെയായിരിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അടുത്ത ദിവസം പ്രിൻസിപ്പൽ ആദ്യ വിജയികളായി പ്രഖ്യാപിച്ചിരുന്ന കുട്ടികളെ വിളിച്ച് തൻ്റെ നിസ്സഹായാവസ്ഥ അറിയിച്ചു. തുടർന്ന് തങ്ങൾക്ക് പരാതിയില്ലെന്ന് അവരിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തു. സങ്കടത്തോടെ ആ വിദ്യാർത്ഥികൾ സുഖദേവിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ സാറേ ഈ പാഷ്യാലിറ്റി? സുഖദേവി വിളറിപ്പോയി. എങ്കിലും പറഞ്ഞു, എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. എനിക്കും ഇത് ഒരുപാട് പേരുണ്ട് ഇവിടെ. തന്നിലെ അധ്യാപകൻ്റെ സകല നിസ്സഹായതയും അയാളുടെ വാക്കുകളിലുണ്ടായിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം പശുക്കൾക്ക് തീറ്റയും വെള്ളവും കൊടുത്തിട്ട് പത്മവും മക്കളും ഫാമിൽ നിന്ന് മടങ്ങിയെത്തി. തന്മയ കുളി കഴിഞ്ഞ് ആദ്യ ബാത്റൂമിലാണ്. അമ്മയും മക്കളും എങ്ങനെയും കുടുംബം രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. മോളെ, സാർ എന്തെങ്കിലും പറഞ്ഞോ? ബാങ്കുകാർ ഇന്നും വന്നു.
മകളുടെ മുടിയിഴകൾ വിടർത്തിയിട്ടുകൊണ്ട് പത്മ തിരക്കി. ഇന്ന് സ്കൂളിൽ ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നമ്മേ. അതിനിടെ സുഖദേവ് സാറിനോട് ഒന്നും പറയാൻ പറ്റിയില്ല. നാളെയാകട്ടെ. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ കയറ്റം കയറി വരുന്ന ഒരു ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. സാറ് വന്നെന്ന് തോന്നുന്നല്ലോ. തന്മയെ തിണ്ണയിലേക്ക് ഓടി. ശരിയായിരുന്നു. സുഖദേവ് ബൈക്കിൽ മുറ്റത്ത് വന്നിറങ്ങി. പത്മവും തിണ്ണയിലേക്ക് ചെന്നു. കയറി വാ സാറേ. സുഖദേവ് ചിരിച്ചു. പിന്നെ തിണ്ണയിൽ കയറി കസേരയിലിരുന്നു. അയാളുടെ കയ്യിൽ ചതുരത്തിലുള്ള ഒരു കടലാസ് പൊതി ഉണ്ടായിരുന്നു. ഞാൻ ചായ എടുക്കാം സാറേ. തന്മയ അകത്തേക്ക് പോയി. ആദ്യം കുളി കഴിഞ്ഞെത്തി. ഫാമിൻ്റെ കാര്യമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. പക്ഷേ പ്രബേട്ടൻ നോക്കിയിരുന്നത് പോലെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. പത്മം ആദ്യയെ ഒരു കൈകൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി. എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ സഹായിക്കുന്നുണ്ട് സാറേ. അവരുടെ ശബ്ദം പതറി. ചുമ്മാതാ സാറേ, ആദ്യ പറഞ്ഞു. അമ്മ തന്നെയാ എല്ലാം ചെയ്യുന്നത്. തന്മയ ചായ കൊണ്ടുവന്ന് സുഖദേവന് നൽകി. അയാൾ മടിയിലിരുന്ന കടലാസ് പൊതി പത്മത്തെ ഏൽപ്പിച്ചു. ഇത് 4 ലക്ഷം രൂപയുണ്ട്. ബാങ്കിലടച്ച് സാവകാശം ചോദിക്കേ. അവർ സമ്മതിക്കും. പത്മത്തിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. കൈ വിറച്ചു. ഞങ്ങളുടെ നിവൃത്തികോട് കൊണ്ടാ സാറേ. ഏയ്, എന്താ ചേച്ചി ഇത്? സുഖദേവ് ചിരിക്കാൻ ശ്രമിച്ചു. എന്നെ അന്യനായിട്ടൊന്നും കാണണ്ട. കുട്ടികളുടെ സാറല്ലേ ഞാൻ. ഒരു കാലത്ത് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും, എനിക്ക് ഉറപ്പാണ്. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. മുറ്റത്ത് ബൈക്കിനരികിലെത്തിയിട്ട് സുഖദേവ് തിരിഞ്ഞു നിന്നു. ഞാൻ പണം തന്ന കാര്യം ആരോടും പറയണ്ട. നാളെ രാവിലെ തന്നെ ബാങ്കിൽ അടയ്ക്കുകയും വേണം. ശിവദാസൻ ചേട്ടൻ പോലും അതിനുശേഷം അറിഞ്ഞാൽ മതി. ആ വാക്കുകളിൽ എന്തോ ദുസ്സൂചനയുള്ളതുപോലെ പത്മത്തിന് തോന്നി. പക്ഷേ വെറും തോന്നലാണെന്ന് പിന്നീട് കരുതി. പിറ്റേന്ന് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് പത്മം ബാങ്കിൽ പോയി പണമടച്ചു. മാനേജർ അവർക്ക് ബാക്കി തുകയടയ്ക്കാൻ കുറച്ച് സാവകാശം നൽകാമെന്നും ഏറ്റു. പത്മത്തിന് ആശ്വാസമായി. മടങ്ങുന്ന വഴിക്ക് അവർ ശിവദാസിൻ്റെ കടയിൽ കയറി. നീ എവിടെ പോയിട്ട് വരുവാ? ശിവദാസൻ പെങ്ങളെ ശ്രദ്ധിച്ചു. മുഖത്തൊരു സന്തോഷമൊക്കെയുണ്ട്. സുഖദേവ് പണം നൽകിയ കാര്യം പത്മം പറഞ്ഞു. എന്നിട്ട് നീ എന്താ ഇക്കാര്യം എന്നോട് പറയാഞ്ഞത്? ഞാൻ കാശ് കടം ചോദിക്കുമെന്ന് കരുതിയോ? അയാളുടെ വാക്കുകളിൽ നീരസം. അയ്യോ, അങ്ങനെയൊന്നും വിചാരിച്ചല്ല ചേട്ടാ. ആ, ശിവദാസൻ സ്വരം താഴ്ത്തി. ഇനിയും സൂത്രത്തിൽ കുറച്ചുകൂടി അയാളോട് ചോദിക്കണം. നമ്മുടെയൊക്കെ പിള്ളേരെ അവിടെ പഠിക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ ശമ്പളം വാങ്ങുന്നത്. സഹോദരൻ്റെ ആ വർത്തമാനം പത്മത്തിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ ജോലി ചെയ്തിട്ടല്ലേ ചേട്ടാ ശമ്പളം വാങ്ങുന്നത്? മാത്രമല്ല നനഞ്ഞിടം കുഴിക്കാൻ ഞാൻ ആളുമല്ല. ഇനി ഈ പണം മടക്കി കൊടുക്കുന്നതുവരെ എനിക്കൊരു മനസ്സമാധാനവും കിട്ടത്തില്ല. കുറച്ചു നേരം കൂടി അവർ അവിടെ സംസാരിച്ചിരുന്നു. ഏട്ടൻ പറയുന്നത് പോലെയല്ല, ഇവിടെ നല്ല കച്ചവടമുണ്ട്. പത്മത്തിനത് മനസ്സിലായി. ഇത്രയും നേരത്തിനുള്ളിൽ തന്നെ എത്ര പേരാണ് മലഞ്ചരക്കുകൾ വിൽക്കാൻ എത്തിയത്? അവസാനം പത്മം മടങ്ങി. അവർ ബാങ്കിൽ പണമടച്ചെന്ന് കേട്ടപ്പോഴേ ശിവദാസിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടിരുന്നു. അന്ന് സന്ധ്യ തന്മയ നിലവിളക്ക് കൊളുത്തി ഉമ്മറത്ത് വെച്ചു. ആദ്യ കോഴികളെല്ലാം ഉണ്ടെന്നുറപ്പാക്കി കൂടടച്ചു. വീടിനു പിന്നിലെ പുറമ്പോക്ക് ഭൂമിയിൽ നിൽക്കുന്ന കൂറ്റൻ ചന്ദന മരത്തിലിരുന്ന് ഒരു കൂമൻ നീട്ടിക്കൂവി. പോ കുന്തമേ. അതിനെ കണ്ടില്ലെങ്കിലും ആദ്യ ഒരു കല്ലെടുത്തെറിഞ്ഞു. അതവിടെ ഇരിക്കുന്നതിന് നിനക്കെന്താടി? തന്മയെ തിരിഞ്ഞു നോക്കി. എനിക്കതിൻ്റെ മുകളിൽ കേൾക്കുന്നതേ ദേഷ്യമാണ്. പിറുപ്പുറത്തുകൊണ്ട് ആദ്യ കയറിപ്പോന്നു. നേരം ഇരുട്ടി. തൻ്റെ പഴയ ജീപ്പിൽ ശിവദാസൻ അവിടെ വന്നു. പത്മത്തിന് അത്ഭുതം തോന്നി. ഏട്ടനെ പകൽ താൻ കണ്ടതാണല്ലോ. എന്നിട്ടും പെട്ടെന്നിപ്പോൾ. അല്പം പരിഭ്രാന്തിയോടെയാണ് ശിവദാസൻ ജീപ്പിൽ നിന്നിറങ്ങിയത്. പത്മം, നീ വീട്ടിലേക്കൊന്ന് വരണം. അവൾക്കും മക്കൾക്കും ഭയങ്കര പനി. രാത്രിയിൽ ഒരു ആവശ്യം വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ശിവദാസൻ ആശുപത്രിയിൽ പോയി പണം കളയാൻ മടിയുള്ള ആളാണെന്ന് പത്മത്തിനറിയാം. അത് പിന്നെ ചേട്ടാ, ഇവരെ തന്നെ ഇവിടെ ആക്കിയിട്ട് ഞാനെങ്ങനെ? പത്മം പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ശിവദാസൻ. ഇവരെയും കൂടി കൂട്ടിക്കോടി. പെട്ടെന്ന് തന്മയെ പറഞ്ഞു. ഞങ്ങളിവിടെ നിന്നോളാമേ. വെളുപ്പിനെ പശുവിനെ കറന്ന് പാല് കൊടുക്കണ്ടേ? അത് വേണ്ട. ഈ കാലം കെട്ട കാലത്ത് പെമ്പിളേര് തനിച്ചാക്കണ്ട പത്മം. ശിവദാസൻ തടഞ്ഞു. ഒരു കാര്യം ചെയ്യാം. വെളുപ്പിന് തന്നെ ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടാക്കാം. പത്മവും മക്കളും പെട്ടെന്ന് പോകാനൊരുങ്ങി. കട്ടപ്പയ്ക്ക് അന്ന് നേരത്തെ ഭക്ഷണം കൊടുത്തു. കോഴിക്കൂടിന് ഒരു താഴിട്ട് പൂട്ടി. മിച്ചമുണ്ടായിരുന്ന ചോറിൽ വെള്ളം ഒഴിച്ചിട്ടു. പെട്ടെന്ന് തന്നെ അവർ യാത്രയായി. മറയൂർ ശിവദാസിൻ്റേത് മോശമല്ലാത്തൊരു വീടായിരുന്നു. 4 മുറികളും അടുക്കളയും. പത്മവും മക്കളും ചെല്ലുമ്പോൾ മൂടിപ്പുതച്ച് കിടക്കുകയാണ് സുചിത്ര. അരുണിമയും അരുണും നേരത്തെ കിടന്നു കഴിഞ്ഞു. ചേച്ചി, ചുക്ക് കാപ്പിയോ മറ്റോ എടുക്കണോ? പത്മ സുചിത്രയുടെ അടുത്തേക്ക് ചെന്നു. വേണ്ട, ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഗുളിക കഴിച്ചു. അതിൻ്റെയാ ഇത്ര ക്ഷീണം. സുചിത്ര തലതിരിക്കാതെ പറഞ്ഞു. ശിവദാസിൻ്റെ മക്കൾ കിടന്ന മുറിയിലെത്തിയ തന്മയെയും ആദ്യയും അവർ ഉറങ്ങുകയാണെന്ന് കണ്ട് തിരികെ പോന്നു. നല്ല തണുപ്പുണ്ട്. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. വെളുപ്പിന് കൃത്യസമയത്ത് തന്നെ പത്മ ഉണർന്നു. അവർ അടുക്കളയിൽ കയറി കാപ്പിയുണ്ടാക്കി എല്ലാവർക്കും നൽകി. സുചിത്രയുടെ പനി മാറിയതുപോലെ തോന്നി. ഹെൽത്ത് സെൻ്ററിലെ മരുന്ന് ഗുണം ചെയ്തു, സുചിത്ര പറഞ്ഞു. എങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് വിടേട്ടാ. പത്മ ശിവദാസൻ നേരം തിരിഞ്ഞു. പോയേക്കാം. ശിവദാസൻ ആദ്യം ഇറങ്ങി. മറ്റുള്ളവരോട് യാത്ര പറഞ്ഞ് പത്മവും മക്കളും പിന്നാലെയും. ജീപ്പിനടുത്തെത്തിയ ശിവദാസൻ പെട്ടെന്ന് നിന്നു. അയ്യോ, ടയർ പഞ്ചറാണല്ലോ. പത്മവും മക്കളും വല്ലാതായി. സ്റ്റെപ്പിനി ഇല്ല എങ്കിലേ? ആദ്യം തിരക്കി. ഉണ്ടായിരുന്നു മോളെ. അതാ ഇപ്പം വണ്ടിയെ കിടക്കുന്നത്. നേരത്തെ കിടന്ന ടയർ പഞ്ചറൊട്ടിക്കാൻ കൊടുത്തതാ. അത് വാങ്ങാനും കഴിഞ്ഞില്ല.
ശിവദാസൻ ചിന്തിച്ചു നിന്നു. എങ്കിൽ അങ്കിൾ വേറൊരു വണ്ടി പിടിച്ചു തരാമോ? സമയത്ത് പാല് കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ വല്ലതും പറയും. തന്മയ്ക്ക് അതായിരുന്നു പ്രശ്നം. ഈ വെളുപ്പം കാലത്ത് വിളിച്ചാൽ ഒരുത്തനും വണ്ടിയും കൊണ്ട് വരത്തില്ലെന്നേ. എന്തായാലും കുറച്ചുകൂടി കഴിയട്ടെ. ശിവദാസൻ വീട്ടിലേക്ക് തിരിച്ചു കയറി. പത്മാവും മക്കളും നിരാശയോടെ നിന്നു. പിന്നെ അവരും തിരിഞ്ഞു വീട്ടിൽ കയറി. സമയം കടന്നുപോയി. 7 മണി. അപ്പോഴും കോടമഞ്ഞ് മാറിയിട്ടില്ല. പെട്ടെന്നൊരു ജീപ്പിൻ്റെ ശബ്ദം. ഏതോ വണ്ടി വരുന്നുണ്ടമ്മേ. തന്മയ പെട്ടെന്ന് എഴുന്നേറ്റു. പത്മാവും ആദിയും കൂടി വാതിൽക്കിലേക്ക് ചെന്നു. ജീപ്പിന് മുന്നിൽ ഫോറസ്റ്റ് എന്ന് എഴുതിയിരുന്നു. അത് മുറ്റത്ത് നിന്നു. ചിലരിറങ്ങി. ഫോറസ്റ്റുകാരെ കണ്ട് ഭവ്യതയോടെ ശിവദാസൻ അടുത്ത് ചെന്നു. എന്താ സാർമാരെ ഈ രാവിലെ? അതിന് മറുപടിക്ക് പകരം ചോദ്യമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായത്. ആരാ പത്മം? ശിവദാസൻ പത്മത്തിന് നേരെ കൈ ചൂണ്ടി. ഞാനാ സാറേ. പത്മത്തിൻ്റെ ഉള്ളിലൊരു പിടച്ചിൽ. ഇവിടെ വന്ന് ഒളിച്ചു താമസിച്ചാൽ ഞങ്ങൾ കണ്ടുപിടിക്കത്തില്ലെന്ന് കരുതിയോ? വന്ന് ജീപ്പിൽ കയറ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ കേട്ട് പത്മാവും മക്കളും സ്തബ്ധരായി. അതിനിപ്പോൾ എന്തുണ്ടായി സാറേ? ഇവളെ കസ്റ്റഡിയിലെടുക്കാൻ ശിവദാസനാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് തിരക്കിയത്. റേഞ്ചർ വിൽസൺ ശിവദാസനെ നോക്കി പുച്ഛിച്ചു. അത് ഞങ്ങളോട് ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ സഹോദരിയോട് ചോദിച്ചാൽ പോരെ? അതോ നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ അത് ചെയ്തത്? ഭയന്നുപോയി ശിവദാസൻ. അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല സാറേ. പത്മവും മക്കളും അപ്പോഴും അമ്പരപ്പിൽ നിന്ന് മോചിതരായിട്ടില്ല. ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണെന്ന് അവർക്കപ്പോഴും വ്യക്തമായതുമില്ല. മുറ്റത്തെ ശബ്ദം കേട്ട് സുചിത്രയും മക്കളും കൂടി ഇറങ്ങി വന്നു. നിങ്ങൾ വണ്ടിയിൽ കയറുന്നുണ്ടോ അതോ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ദേഷ്യം വന്നു. പത്മം അപ്പോഴേക്കും കുറച്ച് ധൈര്യം സംഭരിച്ചു. സാർമാരിങ്ങനെ പറയാതെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. വിൽസന്റെ മുഖം മുറുകി. അപ്പോൾ ഒന്നും അറിയാത്ത ഭാവം നടിക്കുകയാണ് അല്ലേ? പത്മം നിഷേധഭാവത്തിൽ തലയാട്ടി. മനസ്സിലാകുന്നില്ല സാറേ, അതുകൊണ്ടാ. വിൽസൺ ഒന്ന് മൂളി. നിങ്ങൾ ഇന്നലെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ 4 ലക്ഷം രൂപ അടച്ചു അല്ലേ? അടച്ചു സാർ. അത് ചന്ദനമരത്തിന് കിട്ടിയ അഡ്വാൻസോ അതോ മുഴുവൻ തുകയുമോ? ചന്ദനമരമോ? പത്മത്തിൻ്റെ കണ്ണു തള്ളി. അതെ, ചന്ദനമരം. സ്വന്തം വീടിന് പിന്നിൽ നിന്നിരുന്നതിനാൽ അത് നിങ്ങളുടേതാണെന്ന് കരുതിയോ? അതോ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടില്ലെന്ന് വിചാരിച്ചോ? വിൽസൺ ചിരിച്ചു. ഏതാണ്ട് 8 ലക്ഷം രൂപ വില വരുന്ന മരമായിരുന്നു അത്. ഈ മറയൂർ ഡിവിഷനിൽ അത്രയും വലിയൊരു മരം ഉണ്ടായിരുന്നില്ല. അത് വിൽക്കാൻ വഴിയൊരുക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചാൽ ആരും സംശയിക്കില്ലെന്ന് കരുതിയോ? പത്മത്തിന് സന്ദേഹമായി. ആ മരം അവിടെ തന്നെ ഉണ്ടല്ലോ സാറേ. അവരുടെ ശബ്ദത്തിൽ വിറയൽ. ഉണ്ടോ? എങ്കിൽ വന്നതൊന്ന് കാണിച്ചതാ. പത്മത്തിനും മക്കൾക്കും കാര്യം ബോധ്യമായി. തങ്ങളുടെ വീടിന് പിന്നിൽ നിന്നിരുന്ന ചന്ദനമരം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. സാറേ, ഞാനാ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെയാ ഉത്തരവാദികളാകുന്നത്? ശിവദാസൻ വാദിച്ചു. താൻ കൂടുതൽ വർത്തമാനം പറയണ്ട. ഇതിൽ തനിക്കുള്ള പങ്കിനെക്കുറിച്ചും ഞങ്ങൾക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിൽസൺ കഴിച്ചുകൊണ്ടി. അതോടെ ശിവദാസിൻ്റെ വായടഞ്ഞു. നിങ്ങൾ വന്ന് ജീപ്പിൽ കയറ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് റേഞ്ച് ഓഫീസിൽ ചെന്നിട്ട്. വിൽസൺ അക്ഷമനായി. പത്മ മക്കളെ നോക്കി. അവർ പെട്ടെന്ന് പത്മത്തെ കെട്ടിപ്പിടിച്ചു. പോകല്ലേ അമ്മേ. ഞങ്ങളുടെ അമ്മയെ കൊണ്ടുപോകല്ലേ സാർമാരെ. കുട്ടികൾക്ക് അറിയാൻ തുടങ്ങി. ഇനിയും ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ വനിതാ ഗാർഡുമാരെ ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരും. 2 പേരെ സർക്കാർ ഇവിടെ നിയമിച്ച കാര്യം അറിയാമല്ലോ. അവർ വന്നാൽ നിങ്ങളെ വലിച്ചുവെച്ച് ജീപ്പിൽ കയറ്റും. അതോടെ രംഗം കൂടുതൽ സങ്കീർണമാകും. വിൽസൺ മുന്നറിയിപ്പ് നൽകി. വിടുമക്കളെ. പത്മം തന്മയെയും ആദിയെയും തന്നിൽ നിന്ന് അകറ്റി. ചെയ്യാത്ത തെറ്റിന് ഇവർക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉറച്ചതായിരുന്നു പത്മത്തിൻ്റെ ശബ്ദം. അവർ ശിവദാസിനെ നോക്കി. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കോണേ പച്ചേട്ടാ. കുട്ടികളുടെ വിലാപത്തിനിടയിൽ പത്മം ചെന്ന് ജീപ്പിൽ കയറി. മുറ്റത്തിട്ടു തന്നെ ജീപ്പ് തിരിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെയും കൊണ്ടുപോയി. അങ്കിളെ നമ്മൾ എന്തു ചെയ്യും? തന്മയ ശിവദാസിന് നേരെ തിരിഞ്ഞു. അങ്കിളൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയണം. സുഖദേവ് സാർ തന്ന പണം തന്നെയാണോ ബാങ്കിൽ അടച്ചത്? അയാൾക്കും സംശയം. ആണങ്കിളെ. മിനിഞ്ഞാന്ന് വൈകിട്ട് സാറ് കാശ് കൊണ്ട് തന്നായിരുന്നു. ശിവദാസൻ അമർത്തിയൊന്ന് മൂളി. ഫോറസ്റ്റുകാരുടെ കേസാ. ഊരിപ്പോരാൻ ബുദ്ധിമുട്ടാവും. എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വല്ലീശ്വരൻ ധർമ്മരാജ് സാറിനെ ഞാനൊന്ന് പോയി കാണാം. ശിവദാസൻ പെട്ടെന്ന് വേഷം മാറി നടന്നു പോയി. അയാൾ മഞ്ഞിൽ മറയുന്നത് നോക്കി. കുട്ടികൾ അവിടെ തന്നെ നിന്നു. നിങ്ങളെ മഞ്ഞു കൊള്ളാതെ ഇങ്ങ് കയറിപ്പോരി പിള്ളേരെ, പറഞ്ഞിട്ട് സുചിത്രയും അകത്തു മറിഞ്ഞു. കുട്ടികൾ പക്ഷേ അവിടെ തന്നെ നിന്നു. ഇച്ചേച്ചി, സുഖദേവ് സാറിനെ വിളിച്ച് വിവരം പറഞ്ഞാലോ? സാറ് നോക്കിയാൽ എന്തേലും നടക്കും, ആദ്യം പറഞ്ഞു. തന്മയെ പെട്ടെന്ന് പഴയ ഫോൺ എടുത്തു. ആ സമയം സുഖദേവ് എഴുന്നേറ്റിരുന്നില്ല. നല്ല തണുപ്പുകാരന് ഒരു കമ്പിളി പുതപ്പിനടിയിലായിരുന്നു അയാൾ. ഫോൺ ശബ്ദിച്ചപ്പോൾ സുഖദേവ് കൈമാത്രം പുതപ്പിനടിയിലൂടെ പുറത്തേക്ക് നീട്ടി അതെടുത്തു. പിന്നെ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് കാതോട് ചേർത്തു. എന്താ തന്മയെ? സാർ. അപ്പുറത്ത് നിന്ന് കേട്ടത് ഒറ്റക്കരച്ച്. സുഖദേവ് ഞെട്ടിപ്പോയി. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ? കരയാതെ കാര്യം പറ കുട്ടി, എന്തുണ്ടായി? കരച്ചിലിനിടയിൽ ചുരുങ്ങിയ വാക്കുകളിൽ അവൾ കാര്യം പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ തന്നെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകാം. അയാൾ ഫോൺ കട്ട് ചെയ്തു. ശേഷം പുതപ്പ് തള്ളി നോക്കി എഴുന്നേറ്റു. തുടർന്ന് പെട്ടെന്ന് ഓർത്തതുപോലെ CI അലക്സാണ്ടറെ വിളിച്ചു. എന്താടാ? ഉറക്കച്ചടവയോടെയുള്ള അലക്സാണ്ടറുടെ ശബ്ദം. സുഖദേവ് കാര്യം പറഞ്ഞു. അപ്പുറത്ത് ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ CIയുടെ ശബ്ദം. ഈ പറയുന്നവർ ഇന്നസെൻ്റ് ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? 100%. ശരി, എങ്കിൽ ഞാൻ റേഞ്ചറെ ഒന്ന് വിളിക്കാം.
താങ്ക് യുടാ. കാൾ കട്ട് ചെയ്തിട്ട് സുഖദേവ് ഒന്ന് മുഖം കഴുകി. പെട്ടെന്ന് വേഷം മാറി അമ്മ കരി കരിപ്പെട്ടി കാപ്പിയുമായി അങ്ങോട്ട് വന്നു. നീ എന്താണ് ഇത്ര രാവിലെ? ഒരു അത്യാവശ്യമുണ്ടമ്മേ. കാപ്പി ഗ്ലാസ് വാങ്ങി രണ്ടരക്ക് കുടിച്ചിട്ട് സുഖദേവ് അത് മടക്കി നൽകി. ഇത് മുഴുവനും കുടിച്ചിട്ട് പോടാ. സാരമില്ലമ്മേ. അയാൾ പെട്ടെന്നിറങ്ങി. ഫോറസ്റ്റ് ഓഫീസ്. ഒരു മൂലയിൽ ഭിത്തിയും ചാരി തകർന്ന മനസ്സോടെ നിൽക്കുകയാണ് പത്മ. വനിതാ ഗാർഡുകൾ രണ്ടുപേരും അടുത്തുണ്ട്. ചേച്ചി സത്യമങ്ങ് പറഞ്ഞേര്. ആ ചന്ദനമരം വെട്ടാൻ ആർക്കാ കൂട്ടുനിന്നത്? ചേച്ചിയെ മാപ്പു സാക്ഷിയാക്കുന്ന കാര്യം ഞങ്ങളേറ്റു, ഒരാൾ പറഞ്ഞു. എനിക്കറിയത്തില്ല കുഞ്ഞുങ്ങളെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നപ്പോഴും ആ മരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലൊന്നും പറയാനില്ലായിരുന്നു പത്മത്തിന്. പുരുഷ ഗാർഡുമാരിൽ ഒരാൾ ശ്രദ്ധിച്ചു. ഈ മറയൂരിൽ ഒരുപാട് ചന്ദനം കള്ളക്കടത്തുകാരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ ഒരു സ്ത്രീ ആദ്യമാ. പത്മത്തിൻ്റെ മുഖം കുനിഞ്ഞു. റേഞ്ചറുടെ റൂമിൽ ഗാർഡുകളുമായി വിൽസൺ ചർച്ച ചെയ്യുകയായിരുന്നു ഈ പ്രശ്നം. കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഒരു സ്ത്രീ ആയതിനാൽ എത്രയും വേഗം നമുക്കവരെ കോടതിയിൽ ഹാജരാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ നമുക്കാവും കുഴപ്പം. അതിനു മുമ്പ് ചന്ദനം മുറിച്ചത് ആര്, അത് എവിടേക്ക് കടത്തി എന്നൊക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കണം. സാർ, ഗാർഡുമാരിൽ ഒരാൾ പറഞ്ഞു. അവരുടെ അയൽക്കാരായ ഒരാളെയെങ്കിലും സാക്ഷിപ്പട്ടികയിൽ ചേർക്കാൻ കഴിഞ്ഞാലോ? ഞങ്ങൾ ആ വഴിക്കൊന്ന് ശ്രമിക്കട്ടെ. യെസ്, വേഗം പോ. ഗാർഡുകൾ മുറിവിട്ടിറങ്ങുമ്പോൾ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ഒരു ബുള്ളറ്റ് ബൈക്ക് വന്നു നിന്നു. സുഖദേവ് ഇറങ്ങി ചുറ്റും നോക്കി. ഒരു ഭാഗത്ത് നീളൻ ഷെഡ് കണ്ടു. അവിടെ തരംതിരിച്ച് ചന്ദനമുട്ടികൾ അടക്കിയിരിക്കുകയാണ് ലേലം ചെയ്യാൻ. ഇപ്പോൾ ഈ ലേലമാണെന്ന് സുഖദേവ് ഓർത്തു. ആ ഭാഗത്തൊക്കെ ചന്ദനത്തിൻ്റെ ഗന്ധം തങ്ങി നിന്നിരുന്നു. അയാൾ ഓഫീസിലേക്ക് ചെന്നു. എന്തു വേണം? ഗാർഡ് തിരക്കി. റേഞ്ചറെ കാണണം. അകത്തുണ്ട്. സമീപവാസിയും അധ്യാപകനുമായതിനാൽ അവർക്കൊക്കെ അയാളെ പരിചയമുണ്ട്. മുന്നിലെ മുറിയിൽ ഒരു തേങ്ങൽ അയാൾ കേട്ടു. സാറേ. സുഖദേവ് തിരിഞ്ഞു നോക്കി. പത്മമാണ്. വിഷമിക്കേണ്ട എന്ന ഭാവത്തിൽ കൈ ഉയർത്തി കാണിച്ച ശേഷം അയാൾ റേഞ്ചറുടെ ക്യാബിൻ്റെ ഹാഫ് ഡോറിൽ മെല്ലെ മുട്ടി. കയറി വാ. വിൽസന്റെ ശബ്ദം. സുഖദേവ് അകത്തെത്തി. വിൽസൺ അയാളെ സൂക്ഷിച്ചു നോക്കി. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. മുകളിലെ പാറക്കെടുത്ത എൻ്റെ വീട്. പിന്നെ വല്ലീശ്വര സ്കൂളിലെ അധ്യാപകനുമാണ്. പേര് സുഖദേവ്. ഈ വഴി തന്നെയാ ഞാനും സഞ്ചരിക്കാറ്. സാറിനെ മിക്കപ്പോഴും കാണാറുമുണ്ട്, അയാൾ അറിയിച്ചു. ഓ, ഇരിക്കൂ. വിൽസൺ കസേരയിലേക്ക് കഴിച്ചുകൊണ്ട് സുഖദേവ് ഇരുന്നു. പിന്നെ ചുണ്ടനക്കി. ഞാൻ വന്നത് CI അലക്സാണ്ടർ ഇപ്പോൾ എന്നെ വിളിച്ചതേയുള്ളൂ. പക്ഷേ ആ സ്ത്രീയെ ഇപ്പോൾ റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വിൽസൺ പറഞ്ഞു. സുഖദേവിൻ്റെ മുഖം വാടി. സാർ, അവർക്ക് ഈ കൊള്ളയിൽ യാതൊരു പങ്കുമില്ല. ഞാൻ കൊടുത്ത പണമാ അവർ ബാങ്കിൽ അടച്ചത്. അതിനുള്ള തെളിവ് കഴിഞ്ഞ ദിവസം ഞാൻ PF-ൽ നിന്ന് ലോൺ എടുത്തത് തന്നെ. വിൽസൺ സുഖദേവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സാറിന് ഈ വിഷയത്തിൽ എന്താ താല്പര്യം? ആ സ്ത്രീയുടെ 2 മക്കളെയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഭർത്താവ് കഴിഞ്ഞിടെയായി കൊല്ലപ്പെട്ടത്. വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബം അവരുടേത്. പിന്നെ അങ്ങോട്ടൊന്ന് ചോദിക്കുന്നതിൽ സാർ ക്ഷമിക്കണം. അവരുടെ വീടിന് പിന്നിലെ സർക്കാർ ഭൂമിയിൽ നിന്നിരുന്ന മരം കൊള്ളയടിക്കപ്പെട്ടതുകൊണ്ട് അവർ എങ്ങനെ പ്രതിയാകും സാർ? വിൽസൺ ഒന്ന് ചിരിച്ചു. സാറിനോടായതുകൊണ്ട് പറയാം. വെളുപ്പിന് ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു. അവരാണ് മരം മുറിച്ചതിന് പിന്നിലെന്ന്. അങ്ങനെയാണ് ഞങ്ങളും വിവരമറിയുന്നത്. ചെന്ന് നോക്കിയപ്പോൾ മരവുമില്ല, ആ വീട്ടിൽ ആളുമില്ല. സുഖദേവിൻ്റെ നെറ്റിച്ചുളിഞ്ഞു. വിളിച്ചത് ആരാണെന്ന് അറിയില്ലേ സാർ? ഇല്ല, ലാൻഡ് ഫോണിലേക്കാണ് വിളിച്ചത്. അവർക്കിടയിൽ അല്പനേരം മൗനം പരന്നു. അവസാനം റേഞ്ചർ പറഞ്ഞു. സാറിന് ഇത്രയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഞാൻ വിടാം. CI അലക്സാണ്ടർ കൂടി പറഞ്ഞതുകൊണ്ട്. പക്ഷേ അവരാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞാൽ സാറും പ്രതിഭാഗത്താകും. കുഴപ്പമില്ല സാർ, സുഖദേവ് സമ്മതിച്ചു. അങ്ങനെ അയാളുടെ ഉറപ്പിൽ പത്മ മോചിതയായി. തൊഴിൽക്കൈകളോടെ പത്മ സുഖദേവിൻ്റെ മുന്നിൽ നിന്നു. നന്ദി പറയുന്നില്ല സാർ. പറഞ്ഞാൽ അത് അവിവേകമാകും. ഞങ്ങളുടെ ജീവൻ പോലും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. പത്മത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരയേണ്ട ചേച്ചി. ആട്ടെ, നിങ്ങൾ എന്തിനാ രാത്രിയിൽ അവിടെ നിന്ന് പോയത്? പത്മ സത്യം പറഞ്ഞു. സുഖദേവിന് പെട്ടെന്നൊരു സംശയം. ശിവദാസൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ ഇത്? എങ്കിലും അതയാൾ പത്മത്തോട് പറഞ്ഞില്ല. പകരം ഒരു ടാക്സി ജീപ്പ് വിളിച്ച് അവരെ അതിൽ കയറ്റിവിട്ടു. കുണ്ടാക്കാട്. പത്മവും മക്കളും ജീപ്പിൽ ചെന്നിറങ്ങുമ്പോൾ ചെറിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു അവിടെ. മെമ്പർ സഹദേവനടക്കം. ചന്ദനമരം മോഷണം പോയതറിഞ്ഞു വന്നതാണ് എല്ലാവരും. പത്മത്തെയും മക്കളെയും കണ്ട് സഹദേവൻ ഓടിയെത്തി. പത്മത്തെ ഫോറസ്റ്റുകാർ കസ്റ്റഡിയിലെടുത്തെന്ന് പറഞ്ഞു കേട്ടു. വിട്ടു. നിസ്സംഗതയോടെ പത്മ മറുപടി നൽകി. എന്നെക്കൊണ്ട് ഈ മരം മുറിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നിക്കാണൂ. പറയുന്നതിനിടയിൽ അവർ മരം നിന്ന ഭാഗത്തേക്ക് നോക്കി. പടർന്നു പന്തലിച്ച് നിന്നിരുന്ന മരത്തിൻ്റെ ഭാഗം ശൂന്യം. തറയിൽ അതിൻ്റെ ചെറുകമ്പുകളും ഇലകളും മാത്രമുണ്ട്. തടി മുറിക്കുന്ന വാൾ കൊണ്ടാണ് മരം മുറിച്ചതെന്ന് വ്യക്തം. തന്മയും ആദ്യം വീടിനുള്ളിലേക്ക് പോയി. പത്മ അയൽക്കാർക്ക് നേരെ തിരിഞ്ഞു. നിങ്ങളാരും രാത്രിയിൽ ശബ്ദമൊന്നും കേട്ടില്ലേ? ഇല്ല, പക്ഷേ കട്ടപ്പ ഭയങ്കര കുരയായിരുന്നു, അടുത്ത വീട്ടിലെ വാസന്തി പറഞ്ഞു. പത്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പോഴേക്കും അയൽക്കാരെ ചോദ്യം ചെയ്യാൻ ഫോറസ്റ്റുകാരെത്തി. ഡോക്ടർ കലാധരൻ തൻ്റെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോഴാണ് വല്ലീശ്വരൻ ധർമ്മരാജൻ്റെ ഫോൺ വന്നത്. എന്താ സാറേ? കലാധരൻ കോൾ അറ്റൻഡ് ചെയ്തു. ഡോക്ടർ ഇപ്പോൾ ഫ്രീ ആണോ? ധർമ്മരാജൻ തിരക്കി. വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പോൾ പേഷ്യൻസ് ആരുമില്ല. എങ്കിൽ ആ തോട്ടൻ രാജനെയും കൂട്ടിക്കൊണ്ട് ചന്ദന ബാറിലേക്ക് വാ, എൻ്റെ പ്രൈവറ്റ് റൂമിൽ.
ഉടനെ എത്താം. കോൾ കട്ട് ചെയ്തിട്ട് കലാധരൻ രാജശേഖരനെ വിളിച്ചു. അയാളും മണ്ണാരപ്പെട്ടിയിലുണ്ടായിരുന്നു. 15 മിനിറ്റിനുള്ളിൽ അവർ ബാറിലെത്തി. ധർമ്മരാജൻ്റെ പ്രൈവറ്റ് റൂം. ഒരു ബോട്ടിൽ നെപ്പോളിയൻ ബ്രാൻഡിയുടെ മുന്നിലിരിക്കുകയായിരുന്നു അയാൾ. ഇതെന്താ സാർ, പതിവില്ലാതെ ഈ നേരത്ത്? തോട്ടൻ രാജന് അത്ഭുതം. ധർമ്മരാജൻ സന്ധ്യയ്ക്ക് ശേഷമേ മദ്യപിക്കാറുള്ളൂ എന്ന് അയാൾക്കറിയാം. ഇന്ന് മനസ്സിന് സന്തോഷമുള്ള ദിവസമാണോ, അതാ നേരത്തെ 2 വിട്ടേക്കാമെന്ന് കരുതിയത്. അവരിരുവരും ധർമ്മരാജനെതിരായിരുന്നു. തോട്ടൻ രാജൻ 2 ഗ്ലാസുകളിൽ കൂടി മദ്യം പകരുകയും ചെയ്തു. ഞാനിപ്പം കഴിക്കുന്നില്ല, പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലേണ്ടതാ. കലാധരൻ ഒഴിയാൻ ശ്രമിച്ചു. ഇന്നിനി താനൊരു രോഗിയെ നോക്കുന്നില്ല, ധർമ്മരാജ് തീർത്തു പറഞ്ഞു. നമ്മുടെ ഒരു സംശയത്തിനുള്ള ഉത്തരം കിട്ടിയ ദിവസമാണ് ഇന്ന്. തോട്ടൻ രാജനോ ഡോക്ടർക്കോ കാര്യം വ്യക്തമായില്ല. ഗ്ലാസ്സിൽ അവശേഷിച്ചത് കൂടി വായിലേക്ക് കമഴ്ത്തിയിട്ട് ധർമ്മരാജ് പറഞ്ഞു. ഡോക്ടറെ, തൻ്റെ മകനെ പോലീസിന് ഒറ്റിക്കൊടുത്തവനെക്കുറിച്ചുള്ള വിവരം കിട്ടി. SP വഴി ഞാൻ ദുബായിലുള്ള SI ഗിരിധരനോട് തിരക്കിച്ചു. ആരെ സാറേ ആ പട്ടി? കലാധരന് തിടുക്കമായി. നമ്മൾ നേരത്തെ ചെറിയ സംശയം പ്രകടിപ്പിച്ച ആൾ തന്നെ, എൻ്റെ സ്കൂളിലെ ശമ്പളക്കാരൻ തെണ്ടി സുഖദേവ്. സുഖദേവോ? ഡോക്ടറും തോട്ടൻ രാജനും ഞെട്ടിത്തെറിച്ച് പരസ്പരം നോക്കി. അതേടോ, അവൻ എങ്ങനെയത് കണ്ടുപിടിച്ചെന്നറിയില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ ഈ രഹസ്യം ഇരിക്കുന്നത് തൻ്റെ പുത്രന് എന്നും ആപത്താണ്. ഇനി വല്ല തെളിവുകളും അവൻ്റെ പക്കലുണ്ടോയെന്നും അറിയില്ല. ഏതായാലും തൻ്റെ മകൻ്റെ ഭാവി അത് പ്രശ്നമാണ്. പോരെങ്കിൽ ഇനി ഇവിടേക്ക് വരുന്ന CI സുഖദേവിൻ്റെ സുഹൃത്തുമാണ്. ഡോക്ടർ പല്ലു ഞെരിച്ചു. ഇല്ല ധർമ്മരാജൻ സാർ, ഇനി അവൻ യാതൊന്നും പറയത്തില്ല, ആരോടും വായി തുറക്കത്തു പോലുമില്ല. ഇന്ന് രാത്രി കൂടിയേ അവൻ ഈ ഭൂമിയിലുണ്ടാവും. വിഡ്ഢിത്തം കാണിക്കരുത് ഡോക്ടർ. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളവർ കൂടി കുടുങ്ങത്തക്ക തെളിവുകൾ ആ തെണ്ടി ഭദ്രമായി ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് വളരെ കരുതലോടെ ഓരോ നീക്കവും നമ്മൾ നടത്തേണ്ടത്. ധർമ്മരാജ് ഗ്ലാസ്സിലേക്ക് വീണ്ടും മദ്യമൊഴിച്ചു. എന്നുവെച്ചാൽ അവനെ ഇങ്ങനെ കയറൂരി വിടണമെന്നാണോ സാർ? തോട്ടൻ രാജന് അമർഷം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒന്നും നമ്മൾ അറിഞ്ഞതായി ഭാവിച്ചുകൂടാ. പിന്നെ ഇനി നമ്മൾ അവൻ്റെ പക്ഷത്താണ് നിൽക്കേണ്ടത്. എന്നിട്ട് അവനെതിരെ ജനങ്ങളെ, പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളെ ഇളക്കണം. അവൻ നാറും, നമ്മൾ നാറ്റിക്കും. അവന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ. അവന് ജോലി നഷ്ടപ്പെടും. ഇപ്പോൾ അവനോട് കൂറുള്ള കുറേ രക്ഷിതാക്കളുണ്ട്. അവരും അവനെ തള്ളിപ്പറയും. സ്കൂളിൽ പുതിയൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വരും. ധർമ്മരാജ് തൻ്റെ തന്ത്രം വ്യക്തമാക്കി. വന്യശ്വൻ ധർമ്മരാജ് പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഡോക്ടർ കലാധരനും തോട്ടൻ രാജനും. കൊള്ളാം, ഇങ്ങനൊരു നീക്കത്തിലൂടെ നമ്മൾ അവൻ്റെ നട്ടെല്ലൊടിക്കും. തോട്ടൻ രാജൻ്റെ ശബ്ദത്തിൽ ആഹ്ലാദം അലതല്ലി. പിന്നെയും ഏറെ നേരം ചന്ദനബാറിൽ അവരുടെ ചർച്ച തുടർന്നു. ഒരിടത്തും ഒരു പഴുതോ സംശയമോ ഉണ്ടാകാത്ത വിധത്തിൽ അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതിൻ്റെ സന്തോഷത്തിൽ 3 പേരും ശരിക്കും മദ്യപിച്ചു. കലാധരനും തോട്ടൻ രാജനും അവിടെ നിന്നിറങ്ങുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. അടുത്ത ദിവസം ഉച്ച. അഭിജിത്തും 2 കൂട്ടുകാരും കൂടി ബാത്റൂമിലേക്ക് പോകുന്നത് സുഖദേവ് കണ്ടു. രാവിലെ മുതൽ അയാൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്കൂൾ ടൈമിന് തൊട്ടു മുമ്പ് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ ഒരാൾ അഭിജിത്തിന് എന്തോ അടങ്ങിയ ഒരു കവർ ഗേറ്റിന് മുന്നിൽ വെച്ച് കൈമാറുന്നത് അയാൾ കണ്ടിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഒരു റാക്കറ്റിനെ കുറിച്ച് എക്സൈസുകാർ സ്കൂളുകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ടോയ്ലറ്റിനുള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് എന്നാണ് എക്സൈസുകാരുടെ റിപ്പോർട്ട്. സിഗരറ്റ് വലി, മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയ്ക്ക് അവർ ഏറെയും ആശ്രയിക്കുന്നത് ടോയ്ലറ്റുകളെയാണ്. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് തുടങ്ങാനുള്ള ഫസ്റ്റ് ബെല്ലടിച്ചു. അഭിജിത്തും കൂട്ടുകാരും ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. സുഖദേവ് ശബ്ദമുണ്ടാക്കാതെ ടോയ്ലറ്റിൻ്റെ അടുത്തെത്തി. ആൺകുട്ടികളുടേത് നീളത്തിലുണ്ടാക്കിയ ടോയ്ലറ്റാണ്. അതിനുള്ളിൽ നിന്ന് പതിഞ്ഞ് സംഭാഷണം കേൾക്കാം. വെന്റിലേഷൻ ഭാഗത്തേക്ക് നീങ്ങി നിന്ന് സുഖദേവ് കാതോർത്തു. അഭിജിത്തിൻ്റെ കൂട്ടുകാരിൽ ഒരാളുടെ ശബ്ദം. ഇതാരും കണ്ടുപിടിക്കത്തില്ലല്ലോ അഭിജിത്തെ. എവിടുന്ന് പിടിക്കാൻ? ഈശ്വരൻ വിചാരിച്ചാൽ പോലും കണ്ടെത്താൻ പറ്റില്ല സുരേഷേ. ഇനി 3-4 ദിവസം നിനക്ക് സ്വർഗമായിരിക്കും. അഭിജിത്ത് ചിരിക്കുന്നു. ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മുടെ കലേഷ് ഇതുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെയോ? മിഥുൻ ചോദിക്കുന്നു. ഏതായാലും ഉഗ്രൻ സാധനം തന്നെ. യാതൊരു മണവുമില്ല. നാക്കിനടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരുത്തനും കാണത്തുമില്ല. പക്ഷേ വില അതുകുറിച്ച് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് എന്താടാ, ഇത്രയും സുരക്ഷിതമായൊരു സാധനം നമുക്ക് കിട്ടുമോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. അഭിജിത്തിന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളടാ, എനിക്ക് വേണം. എങ്കിൽ പറഞ്ഞ പ്രകാരം നാളെ രാവിലെ പണം കൊണ്ടുവരണം. 3000 രൂപ. കൊണ്ടുവരാം. സുഖദേവിന് കാര്യം മനസ്സിലായി. തൻ്റെ സ്റ്റുഡൻസ് അപകടത്തിലാണ്. മുളയിലെ ഇത് നുള്ളിയില്ലെങ്കിൽ അവർ മയക്കുമരുന്നിൻ്റെ അടിമകളാകും. അവരുടെ ഭാവി അതോടെ തീരും. അയാൾ വേഗം അവിടെ നിന്ന് മാറി സ്കൂളിൻ്റെ വാതിൽക്കൽ നിലയുറപ്പിച്ചു. സെക്കൻഡ് ബെല്ലടിച്ചു. അഭിജിത്തും സുഹൃത്തുക്കളും വരുന്നത് സുഖദേവ് കണ്ടു. അയാൾ അവരെ സൂക്ഷിച്ചു നോക്കി. മുഖം ചുവന്നിരിക്കുന്നു. കണ്ണുകളിലൊരു മയക്കം, ലഹരി പിടിച്ചതുപോലെ. അയാളെ തീർത്തും അവഗണിച്ച് വിദ്യാർത്ഥികൾ അകത്ത് കടന്നു. ആർക്കും യാതൊരു സംശയവും തോന്നില്ലെന്ന് സുഖദേവ് ഓർത്തു. അവർ 2ാം നിലയിലേക്കുള്ള സ്റ്റെപ്പുകൾക്ക് അടുത്തെത്തി. അപ്പോൾ സുഖദേവ് പിന്നിൽ നിന്ന് വിളിച്ചു. അഭിജിത്തെ, നിങ്ങൾ 3 പേര് ഇങ്ങ് വന്നേ. എന്തിനാ സാറേ? അവർക്ക് സംശയം. പ്രിൻസിപ്പൽ വിളിക്കുന്നു. അവർ വന്നു. സുഖദേവ് ആദ്യം പ്രിൻസിപ്പൽ റൂമിൽ കയറി. പിന്നാലെ കുട്ടികളും. എന്താ സാറേ?
സാലറി ബില്ലിൽ ഒപ്പിടുകയായിരുന്ന ബാബുരാജ് തലയുയർത്തി. അയാൾക്കരികിൽ അഭിലാഷ് സാറും ഉണ്ടായിരുന്നു. ഒരത്യാവശ്യ കാര്യമുണ്ട്. സുഖദേവ് കണ്ണിറക്കി. എന്തോ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ ബാബുരാജ് ബില്ലുകൾ മാറ്റിവെച്ചു. പറയൂ. എനിക്ക് ചില സംശയങ്ങളുണ്ട്. സാറിൻ്റെ സാന്നിധ്യത്തിൽ വേണം അത് തീർക്കാൻ. അഭിജിത്തും സുരേഷും മിഥുനും പരസ്പരം നോക്കി. പിന്നെ പെട്ടെന്ന് മടങ്ങിപ്പോവാൻ ഭാവിച്ചു. നിൽക്കടാ ഇവിടെ. സുഖദേവിൻ്റെ ശബ്ദം കനത്തു. വിദ്യാർത്ഥികൾ നിന്നു. സാർ കാര്യം പറ. അഭിജിത്തിന് അസ്വസ്ഥനായി. പറഞ്ഞാൽ പറ്റത്തില്ല. കാണിക്കാൻ പോവുകയാ ഞാൻ. നിങ്ങൾ 3 പേരും വായൊന്ന് തുറന്നേ. മൂവരും ഞെട്ടിപ്പോയി. എന്നാൽ വേഗം ധൈര്യം സംഭരിച്ച് അഭിജിത്ത് പരിഹാസത്തോടെ ആദ്യം വായി തുറന്നു. സാറെന്താ വായിൽ നോക്കി ഭാവി പ്രവചിക്കുന്ന വിദ്യ പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാര്യമില്ലടാ. നിൻ്റെയൊക്കെ രീതി കണ്ടാൽ തന്നെ അറിയാം ഭാവി. പിന്നെ നിനക്കൊക്കെ അറിയാവുന്നതിനേക്കാൾ വിദ്യകളെ എനിക്കറിയാം. അതുകൊണ്ട് നിൻ്റെയൊന്നും കളി ഇവിടെ വില പോകത്തില്ല. ഇനി നീ നാവ് മുകളിലേക്കൊന്ന് പൊക്കിക്കേടാ. കുട്ടികളുടെ നടുക്കം പൂർണ്ണമായി. അവർ വല്ലാതെ പരിഭ്രമിച്ചു. ഞങ്ങളേതാണ്ട് വായിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ സാറേ ഇങ്ങനെ കുറ്റവാളികളോട് എന്നവണ്ണം പെരുമാറാൻ? അഭിജിത്തിൻ്റെ സ്വരത്തിലും മാറ്റം വന്നു. മുറിയിൽ ഫാനുണ്ടായിരുന്നെങ്കിലും വിദ്യാർത്ഥികൾ വിയർക്കാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? സുഖദേവ് ഗൂഢമായി ചിരിച്ചു. ആദ്യം നീയൊക്കെ നാക്കുപൊക്ക്. പറ്റത്തില്ല. മൂവരും ഒന്നിച്ചു പറഞ്ഞു. ലഹരിക്കാരന് അവരുടെ കൺപോളകൾ അടഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ വാടാ. അഭിജിത്ത് പെട്ടെന്ന് തിരിഞ്ഞ് കൂട്ടുകാരെ വിളിച്ചു. മൂവരും പുറത്തേക്ക് ഓടാനാഞ്ഞു. സുഖദേവ് പെട്ടെന്ന് വാതിൽ ടച്ച് ലോക്ക് ചെയ്തു. ശേഷം അതിൽ ചാരി നിന്നു. പ്രിൻസിപ്പലും അഭിലാഷ് സാറിനും ഒന്നും മനസ്സിലാകുന്നില്ല. വാ തുറന്ന് നാക്ക് കാണിക്കണടാ. സുഖദേവിൻ്റെ ഭാവം മാറി. പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്? അഭിജിത്ത് കയർത്തു. സുഖദേവിൻ്റെ നിയന്ത്രണം പോയി. അയാൾ അഭിജിത്തിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. അഭിലാഷ് സാറേ, ഇവൻ്റെ കവളത്തൊന്ന് അമർത്തിപ്പിടിച്ചേ. അഭിലാഷ് അപ്രകാരം ചെയ്തു. ഹാ. അഭിജിത്ത് വായി തുറന്നു. വിരൽ കടത്തി സുഖദേവ് അവൻ്റെ നാവ് മുകളിലേക്ക് ഉയർത്തി. അവിടെ സ്റ്റാമ്പ് പോലെ ഒന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് മറ്റുള്ളവർ കണ്ടു. അതെന്താ സാറേ? പ്രിൻസിപ്പൽ ബാബുരാജ് അമ്പരന്നു. ലഹരിയുടെ തമ്പുരാനായ സ്റ്റാമ്പാണ് സാർ. 3 എണ്ണത്തിൻ്റെയും വായിലുണ്ട് ഇത്. നേരാണോടാ? പ്രിൻസിപ്പലിന് ദേഷ്യം വന്നു. സാറിൻ്റെ പണി നോക്ക്. സുഖദേവിൻ്റെയും അഭിലാഷിൻ്റെയും കൈകൾ തട്ടിയിട്ട് അഭിജിത്ത് ചീറി. പെട്ടെന്ന് വാതിൽക്കൽ ആരോ തട്ടി. കരുതലോടെ സുഖദേവ് വാതിൽ തുറന്നു. പുറത്ത് എക്സൈസ് സംഘം. സുഖദേവ് അവരെ വിവരം അറിയിച്ചിരുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. അവരും അകത്തെത്തി. അതോടെ ലഹരിയിലായിരുന്നിട്ടോ കുട്ടികൾ ഭയന്നു. ഇൻസ്പെക്ടർ അവരെ അടിമുടി നോക്കി. മാരകമായ വിഷമാണ് നിങ്ങൾ നാവിൽ ഒട്ടിച്ചിരിക്കുന്നത്. അതെടുക്ക്. അവർ മടിച്ചു. എടുക്കാനല്ലേടാ പറഞ്ഞത്? അയാളുടെ ശബ്ദം കനത്തതോടെ അവർ സ്റ്റാമ്പുകൾ ഇളക്കി. ഇൻസ്പെക്ടർ അതൊരു കടലാസിൽ വാങ്ങി. നിങ്ങൾ ഈ ചെയ്തതിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഞങ്ങൾക്കതറിയാം. ഇതുപയോഗിച്ചതിൻ്റെ പേരിൽ എത്ര നാൾ ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിയേണ്ടി വരും എന്നറിയാമോ? അവർ മിണ്ടാതെ തല കുനിച്ചു നിന്നു. എക്സൈസ് ഇൻസ്പെക്ടർ എല്ലാവരെയും ഒന്ന് നോക്കി. ഇവർ കുട്ടികളാണെന്ന പരിഗണന കൊണ്ട് മാത്രം തൽക്കാലം ഞങ്ങളിത് പുറത്തു പറയാതിരിക്കുകയും നിയമ നടപടികളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഒന്ന് ഞങ്ങൾക്കറിയണം. ഇതിൻ്റെ സോഴ്സ്. നിങ്ങൾക്കിത് തന്നത് ആരാ? അവർ അനങ്ങുന്നില്ല. നിങ്ങൾ സത്യമങ്ങ് പറ. പ്രിൻസിപ്പലും വിദ്യാർത്ഥികളോട് പറഞ്ഞു. സുരേഷിനും ഇതിനും അറിയില്ല. അഭിജിത്താണ് തങ്ങൾക്ക് തന്നതെന്ന് അവർ സമ്മതിച്ചു. പക്ഷേ അഭിജിത്ത് ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. എക്സൈസ് ഇൻസ്പെക്ടർ കസേരയിലിരുന്നു. ഇവരുടെ രക്ഷിതാക്കളെ വിളിക്കണം സാർ. ഞങ്ങൾക്കതിൻ്റെ ഉറവിടം കണ്ടെത്തിയേ പറ്റൂ. ബാബുരാജ് ഫോണെടുത്തപ്പോൾ അഭിജിത്ത് തടഞ്ഞു. വിളിച്ചിട്ട് കാര്യമില്ല സാറേ. ആരൊക്കെ വന്നാലും ചോദിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ. സ്കൂൾ ഗേറ്റിന് അടുത്ത് കിടന്ന ഒരു കവറിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. ഇൻസ്പെക്ടർ തല കുടഞ്ഞു. ഇത് കണ്ടാൽ ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു ഇത് ലഹരി സ്റ്റാമ്പാണെന്ന്? അതോ നേരത്തെ നീ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? അഭിജിത്ത് കുഴങ്ങി. ഒരു ബൈക്കിൽ വന്നവനല്ലേടാ നിനക്കിത് തന്നത്? ഞാൻ കണ്ടല്ലോ. പെട്ടെന്നുള്ള സുഖദേവൻ്റെ ചോദ്യം അവനെ കൂടുതൽ കുഴക്കി. എങ്കിലും വേഗം പറഞ്ഞു. സാറിങ്ങനെ പലതും കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ പിന്നെ ആ ബൈക്കുകാരനെ പിടിച്ചുകൂടായിരുന്നോ? അവൻ്റെ ധിക്കാരത്തിലുള്ള ചോദ്യം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കുട്ടി, ഇൻസ്പെക്ടർ ശാന്തതയോടെ സംസാരിച്ചു. ഇത് വലിയൊരു പ്രശ്നമാവുകയും വാർത്തയാവുകയും ചെയ്താൽ നീ വിചാരിക്കുന്നത് പോലെയാവില്ല കാര്യങ്ങൾ. സത്യമങ്ങ് പറ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സാറേ. സാറ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഈ പറയുന്നത് അഭിജിത്തല്ല. അവനിലെ ലഹരിയാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രിൻസിപ്പൽ പെട്ടെന്ന് 3 പേരുടെയും രക്ഷിതാക്കൾക്ക് ഫോൺ ചെയ്തു. എത്രയും വേഗം സ്കൂളിലേക്ക് വരാൻ നിർദ്ദേശിച്ചു. കാര്യം വഷളാകാൻ പോവുകയാണെന്ന് അഭിജിത്തിന് മനസ്സിലായി. മിന്നൽ വേഗത്തിൽ അവൻ ഭിത്തിക്ക് നേരെ പാഞ്ഞു. പിന്നെ സർവ്വശക്തിയിൽ തലകൊണ്ട് അവിടെ ഒറ്റയിടി. മറ്റുള്ളവർ നോക്കി നിൽക്കെ അവൻ്റെ നെറ്റി പിളർന്ന് ചോര ചീറ്റി. അഭിജിത്തെ, നടുക്കത്തോടെ സുഖദേവ് മുന്നോട്ടാഞ്ഞു. അടുത്തു വരരുത് താൻ. അവൻ ചീറി. ആ ശബ്ദം സ്കൂളിൻ്റെ നിശബ്ദതയിൽ മാറ്റൊലി കൊണ്ടു. താനല്ലടാ എൻ്റെ തല പിടിച്ച് ഭിത്തിയിലിടിച്ചത്. തന്നെ കാണിച്ചു തരാൻ ഞാൻ. സ്റ്റാമ്പിൻ്റെ ലഹരിയിൽ അവന് തീരെ വേദനിക്കുന്നില്ലെന്ന് തോന്നി. പുതിയ അടവാണല്ലേടാ. ഞങ്ങൾ ഇത്രയും പേർ സാക്ഷികളായി അവിടെ നിൽക്കുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ ചാടി എഴുന്നേറ്റു. അഭിജിത്തിൻ്റെ നെറ്റിയിൽ നിന്ന് ചോര പുരികം നനച്ചുകൊണ്ട് കവിളിലേക്ക് ഒഴുകി. ലഹരിയിൽ നിൽക്കുന്ന അവൻ്റെ രക്തപ്രവാഹം വർദ്ധിക്കുകയുള്ളൂ എന്ന് ഇൻസ്പെക്ടർക്കറിയാം. ഇങ്ങോട്ട് വാടാ, ബാൻഡേജ് ചെയ്യാം, അയാൾ പറഞ്ഞു.
സാറ് ചുമ്മാതിരിക്കേ. ഇനി വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ മറ്റുള്ളവർ വിശ്വസിക്കുന്നതെന്ന് അറിയട്ടെ. അവൻ ചോര മുഖത്താകെ തേച്ചു പിടിപ്പിച്ചു. കുറച്ച് യൂണിഫോമിലും. അഭിജിത്തിൻ്റെ ശബ്ദം കേട്ട് കുറേ അധ്യാപകരും വിദ്യാർത്ഥികളും ഓഫീസ് റൂമിന് മുന്നിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ 3 വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളും എത്തി. മകൻ്റെ ഭാവം കണ്ട് തോട്ടൻ രാജൻ വിറച്ചുപോയി. ഇതെന്താടാ? ഈ സുഖദേവ് സാറ് എന്നെ പിടിച്ച് ഭിത്തിയിലിടിച്ചതാ. അഭിജിത്തിൻ്റെ സുഹൃത്തുക്കളും അതുതന്നെ പറഞ്ഞു. തോട്ടൻ രാജൻ രോഷത്തോടെ സുഖദേവിന് നേരെ തിരിഞ്ഞു. ഇല്ല ചേട്ടാ, ഇവരൊക്കെ സാക്ഷികളാ. ഞാനൊന്നും ചെയ്തിട്ടില്ല, സുഖദേവ് അറിയിച്ചു. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം നമുക്ക്. എനിക്കിവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അയാൾ തിടുക്കത്തിൽ മകനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവിടേക്ക് ഓടിയെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളും കാര്യമറിയാതെ പകച്ചു. സുഖദേവ് സാറ് തല്ലിയതാ, അഭിജിത്ത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തോട്ടൻ രാജൻ മകനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. മറ്റു 2 രക്ഷിതാക്കളോടും എക്സൈസ് സംഘം കാര്യം വിശദീകരിച്ചു. അവരും അത് വിശ്വസിക്കാതെ കുട്ടികളുമായി പോയി. എന്തു വേണമെന്ന് എക്സൈസ് സംഘത്തിനും അറിയില്ല. അവിടെ നിന്ന് കുട്ടികളെ കസ്റ്റഡിയിലെടുത്താൽ കഥ മാറും. പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞ് അവരും പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ കലാധരൻ്റെ കാർ അവിടെ എത്തി. വന്നപാടെ അയാൾ പ്രിൻസിപ്പൽ റൂമിൽ കയറുകയും സുഖദേവിനെ അവിടേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. നമ്മൾ തമ്മിൽ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തവണ ഞാൻ സാറിൻ്റെ ഭാഗത്താ. ഇവിടെ കുട്ടികളിൽ പകർച്ചപ്പനി പോലെ വ്യാപിക്കുമായിരുന്ന ഒരു വലിയ വിപത്താ സാറ് കണ്ടെത്തിയത്. സുഖദേവിനോ പ്രിൻസിപ്പലിനോ മറ്റ് അധ്യാപകർക്കോ അത് വിശ്വസിക്കാനായില്ല. കലാധരൻ തുടർന്നു. രാജനോട് ഞാൻ സംസാരിച്ചോളാം. പിന്നെ ഇക്കാര്യത്തിൽ സ്കൂളിൽ അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവരുത്. കുട്ടികളുടെ ഭാവി നമ്മൾ നോക്കണമല്ലോ, സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനും. പ്രിൻസിപ്പൽ തലയാട്ടി. ഞങ്ങളെന്നും വിദ്യാർത്ഥികളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കൂ ഡോക്ടർ. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഇനി സ്കൂളിൽ ഉണ്ടാകരുത്. അതും ഞാൻ സമ്മതിക്കുന്നു. സുഖദേവ് സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അയാൾ പറഞ്ഞു. ഒന്നും സംസാരിക്കാൻ പോലും കഴിയാതെ നിൽക്കുകയായിരുന്നു സുഖദേവ്. എന്നാൽ ഓഫീസിൽ കയറും മുമ്പ് കലാധരൻ തോട്ടൻ രാജനെ കാൾ അയച്ചിട്ട് ഫോൺ കട്ടാക്കാതെ പോക്കറ്റിൽ ഇട്ടിരിക്കുകയായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. അവിടെ നടന്ന സംഭാഷണം അത്രയും തോട്ടൻ രാജൻ കേട്ടു. അപ്പോൾ തന്നെ അയാൾ തൻ്റെ പാർട്ടിക്കാരെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. ഉച്ചകഴിഞ്ഞ് ഇൻ്റർവെൽ നേരം. കോവിൽക്കടവിൽ മുദ്രാവാക്യം വിളികൾ ഉയർന്നു. 50ഓളം ആളുകൾ കോടികളും പ്ലാക്കാർഡുകളും ഏന്തി അവിടേക്ക് വരികയാണ്. സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചുപൂട്ടിയിട്ട് വാച്ചർ തൻ്റെ ക്യാബിനിലുണ്ടായിരുന്നു. അയാൾ ഇറങ്ങിച്ചെന്നു. തുറക്കടാ ഗേറ്റ്, സമരക്കാർ അലറി. അയാൾ വഴങ്ങിയില്ല. സമരക്കാർ ഗേറ്റിൽ അടിക്കാനും അത് തള്ളിത്തുറക്കാനും ശ്രമിച്ചു. അത് കണ്ട് കുട്ടികൾ അങ്ങോട്ട് ഓടിച്ചെന്നു. പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നവർ കണ്ടു. മർദ്ദകവീരൻ സുഖദേവിനെ അറസ്റ്റ് ചെയ്യുക, സുഖദേവിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക. പിന്നെ കാത് പൊട്ടുന്ന തെറിവിളി. രംഗം വഷളാവുകയാണ്. പ്രിൻസിപ്പലും സുഖദേവും അടക്കമുള്ള പുരുഷ സ്റ്റാഫുകൾ ഗേറ്റിലെത്തി. കുട്ടികളെ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞയച്ചു. സുഖദേവിനെ കണ്ടതോടെ സമരക്കാരുടെ വീര്യം കൂടി. ഇങ്ങോട്ടിറങ്ങി വടനായേ, അവർ അലറി. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. സത്യം എന്താണെന്ന് നിങ്ങളറിയണം. സുഖദേവ് പറഞ്ഞതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. അവർ ഗേറ്റിന് മുകളിലേക്ക് കയറാൻ ഭാവിച്ചു. പ്രിൻസിപ്പൽ പെട്ടെന്ന് പോലീസിൽ വിവരമറിയിച്ചു. അവർ 5 മിനിറ്റിനുള്ളിലെത്തി. ASIയും സംഘവും സ്കൂൾ ഗേറ്റിന് മുന്നിൽ നിരന്നു. സമരക്കാരെ തള്ളി നീക്കി. പക്ഷേ അവർ ഗേറ്റിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്നു. ആ സമയം വീണ്ടും PTA പ്രസിഡന്റ് കലാധരനും തൊട്ടു പിന്നാലെ വല്ലീശ്വരൻ ധർമ്മരാജനും വന്നു. അവർ സമരക്കാരുമായി ചർച്ച നടത്തി. സുഖദേവ് കുറ്റക്കാരനാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുത്തിരിക്കും പോരെ, ധർമ്മരാജ് സമരക്കാർക്ക് ഉറപ്പ് നൽകി. മതി സാർ, പക്ഷേ സാർ വാക്കു പാലിക്കണം, പാർട്ടിയുടെ ലോക്കൽ നേതാവ് ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലേ? ധർമ്മരാജ് അയാളെ നോക്കി. ഉണ്ട്, എങ്കിൽ പിരിഞ്ഞു പോ. അങ്ങനെ തൽക്കാലം സമരക്കാർ പിൻവാങ്ങി. ധർമ്മരാജ് പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. നാളെ രാവിലെ ഞാൻ വരാം, അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ പേടിക്കേണ്ടെന്ന് സുഖദേവനോട് പറ. കാര്യം എന്തായാലും ഞാൻ എൻ്റെ സ്കൂളിലെ സ്റ്റാഫിൻ്റെ ഒപ്പം കാണും. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രിൻസിപ്പൽ ബാബുരാജിന്. മാനേജർക്ക് എങ്ങനെയാണ് മനമാറ്റം ഉണ്ടായത്? എന്നാൽ അതിന് പിന്നിൽ എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ സുഖദേവന് തർക്കമില്ലായിരുന്നു. അടുത്ത ദിവസം അന്ന് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ രചനാ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. 10 മണിക്ക് മൂന്നാറിലെത്തണം. മല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ 10ഓളം പേർ മത്സരിക്കുന്നുണ്ട്. പ്രശ്നമുള്ളതിനാൽ സുഖദേവന് പകരം രാജൻ ബാബു സാറാണ് അവരെ കൊണ്ടുപോകുന്നത്. അന്ന് പതിവിലും 1 മണിക്കൂർ നേരത്തെ തന്മയ എഴുന്നേറ്റു. അമ്മയെയും അഞ്ചത്തിയെയും അവളാണ് വിളിച്ചുണർത്തിയത്. വളരെ നേരത്തെ പാൽ കറന്ന് പതിവ് വീടുകളിൽ എത്തിക്കണം. ഒന്ന് പെട്ടെന്ന് വാ അമ്മേ. തന്മയ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി നിർത്തി. കൂട്ടിൽ കിടന്ന കട്ടപ്പ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി. മിണ്ടാതിരിക്കടാ, അവൾ സ്നേഹത്തോടെ അതിനെ ശാസിച്ചു. പത്മവും ആദ്യയും വന്ന് സ്കൂട്ടറിൽ കയറി. തന്മയ തിടുക്കത്തിൽ അത് മുന്നിട്ടെടുത്തു. പെണ്ണേ, ഒന്ന് പതുക്കെ പോ. പത്മം അവളുടെ തോളിൽ മുറുകെ പിടിച്ചു. അമ്മ പേടിക്കണ്ട, ഞാൻ മറിച്ചിടത്തില്ല. അവൾ വേഗത കുറച്ചില്ല. ഫാമിലെത്തി. സാധാരണ വണ്ടി നിൽക്കുമ്പോൾ പശുക്കൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ്. ഇന്ന് അത് കേട്ടില്ല. പത്മവും മക്കളും സംശയത്തോടെ ഇറങ്ങി. നേരത്തെ ആയതുകൊണ്ട് അതുങ്ങൾ ഉണർന്നു കാണത്തില്ല. പിറുപ്പുറത്തുകൊണ്ട് ആദ്യ തൊഴുത്തിനുള്ളിലേക്ക് ടോർച്ച് തെളിച്ചു. അമ്മേ! അടുത്ത നിമിഷം അറിയാതെ അവളുടെ ഒച്ച ഉയർന്നു പൊങ്ങി. പത്മവും തന്മയും ഞെട്ടലോടെ തൊഴുത്തിലേക്ക് നോക്കി. അവ്യക്തമായ വിലാപം പോലെ ഒരു ശബ്ദം അവരിൽ നിന്നുണ്ടായി. തൊഴുത്തിൽ ഒറ്റ പശു പോലുമില്ല. ഇങ്ങോട്ട് തന്നേടി ടോർച്ച്.
പത്മം ആദിയുടെ കയ്യിൽ നിന്ന് ടോർച്ച് വാങ്ങി ചുറ്റും മിന്നിച്ചു നോക്കി. അവിടെ എങ്ങും പശുക്കളില്ല. അവർ തൊഴുത്തിനുള്ളിൽ പശുക്കളെ കെട്ടിയിരുന്ന ഭാഗം പരിശോധിച്ചു. കയറുകളുടെ അഗ്രവും ഇല്ല. കയറുകൾ പറിച്ചുകൊണ്ട് പശുക്കൾ പോയതല്ലെന്ന് വ്യക്തം. അപ്പോൾ ആരോ അവയെ അഴിച്ചുകൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ അഴിച്ചു വിട്ടതാണ്. ചതിച്ചല്ലോ ദൈവമേ! പത്മശക്തിയിൽ സ്വന്തം നെഞ്ചിലിടിച്ചുകൊണ്ട് തറയിലിരുന്ന് കരഞ്ഞു. അമ്മ ഇങ്ങനെ കരയാതെ, അതുങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കാണും. തന്മയ ടോർച്ചെടുത്ത് ആ പരിസരം മുഴുവൻ തിരഞ്ഞു. ഒരിടത്തും പശുവിൻ്റെ അടയാളം പോലുമില്ല. അവൾക്കും തല കറങ്ങി. ഒറ്റ നിമിഷം കൊണ്ട് ഏതോ അഗാധഗർത്തത്തിൽ പതിച്ചതുപോലെ ജീവിതത്തിൻ്റെ അവസാന അതിർത്തിയിൽ എത്തി നിൽക്കുകയാണെന്ന് തോന്നിപ്പോയി. തന്മയ മടങ്ങിയെത്തുമ്പോൾ ആദ്യ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ പത്മത്തിന് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ദൈവമേ? ഇതിലും ഭേദം ഞങ്ങളെ അങ്ങ് കൊന്നു കളയായിരുന്നില്ലേ? അമ്മേ! തന്മയെയും പത്മത്തിൻ്റെ അരികിലിരുന്നു. ഇങ്ങനെ കരയാതമ്മേ, കരഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണീരിനിടയിലൂടെ പത്മം അവളെ തുറിച്ചു നോക്കി. ഇരുളായതിനാൽ ആ മുഖം വ്യക്തമല്ല. ഇനി നമ്മളെങ്ങനെ ജീവിക്കും മോളെ? ബാങ്കിലെയും സുദേവ് സാറിൻ്റെയും പണം എങ്ങനെ കൊടുക്കും? ഉത്തരമില്ല തന്മയ്ക്കും. മനസ്സൊരു കറുത്ത കടലാസ് പോലെയായിരിക്കുന്നു. അവിടെ ഒന്നും തെളിയുന്നില്ല. കനത്ത ഇരുട്ട്. ഒരു മിന്നാമിന്നി പോലും മിന്നുന്നില്ല. തന്മയെ പെട്ടെന്ന് ഫോണെടുത്ത് ശിവദാസിനെ വിളിച്ചു. സ്വിച്ച് ഓഫ്. അങ്കിളിനെ കിട്ടുന്നില്ല. ഞാൻ മെമ്പറോട് പോയി വിവരമൊന്നും പറയാം. അങ്ങേര് പോലീസിൽ വിവരം അറിയിക്കുമല്ലോ. വേണമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല പത്മം. ആദ്യേ നീ അമ്മ നോക്കിക്കോണോടേ, അനുജിത്തിയോട് പറഞ്ഞിട്ട് തന്മയെ സ്കൂട്ടറിൽ കയറി. മെമ്പർ സഹദേവൻ്റെ വീട്. നേരം പുലരാത്തതിനാൽ ഗേറ്റ് അടച്ച് പൂട്ടിയിരിക്കുകയാണ്. മതിലിൽ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചുണ്ട്. തന്മയ അതിൽ വിരലമർത്തിപ്പിടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വീടിനുള്ളിൽ ലൈറ്റ് തെളിഞ്ഞു. അവൾ കൈ പിൻവലിച്ചു. സിറ്റൗട്ടിലും ലൈറ്റ് തെളിച്ചുകൊണ്ട് സഹദേവൻ വാതിൽ തുറന്നു. ആരാ? അവിടെ നിന്നുകൊണ്ട് അയാൾ വിളിച്ചു ചോദിച്ചു. ഞാനാ മെമ്പറെ, തന്മയ. ആ, ഇത്ര നേരത്തെ നീ പാല് കൊണ്ടുവന്നോ? അയാൾ വേഗം ഗേറ്റിലേക്ക് വന്നു. പാല് കൊണ്ടുവന്നതല്ല. ചുരുങ്ങിയ വാക്കുകളിൽ തന്മയ കാര്യം പറഞ്ഞു. സഹദേവൻ സ്തബ്ധനായി. പശുക്കളെ മോഷ്ടിച്ചെന്നോ? അയാൾക്ക് വിശ്വസിക്കാനായില്ല. എന്തായാലും ഞാൻ പോലീസിനെ വിളിച്ച് പറയാം. നീ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. തന്മയ മടങ്ങി. നേരം പുലരുകയാണ്. ചുറ്റുപാടും കാണാവുന്ന വെളിച്ചമായി സർവ്വതം നഷ്ടപ്പെട്ടിരിക്കുന്ന പത്മത്തെ ആശ്വസിപ്പിച്ചിട്ട് തന്മയയും ആദ്യം കൂടി വീണ്ടും ആ പ്രദേശമൊക്കെ പശുക്കളെ തിരഞ്ഞു. കണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മെമ്പർ സഹദേവൻ അവിടെ എത്തി. പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ പ്രദേശത്തുള്ള പല വീട്ടുകാരെയും വിളിച്ച് വിവരവും പറഞ്ഞിട്ടുണ്ട്. ആളുകൾ എല്ലായിടത്തും തെരഞ്ഞോളും, അയാൾ അറിയിച്ചു. എന്നാൽ 8 മണിവരെ തിരഞ്ഞിട്ടും ഫലമുണ്ടായില്ല. കള്ളന്മാർ പശുക്കളെ കൊണ്ടുപോയതാണെന്ന് അങ്ങനെ അവർ തീർച്ചപ്പെടുത്തി. പോലീസ് എത്തി. കുറച്ച് ചോദ്യങ്ങൾ പത്മത്തോടും മക്കളോടും ചോദിച്ചു. പിന്നെ പതിവ് പോലെ ഞങ്ങൾ അന്വേഷിക്കാം എന്ന് മാത്രം പറഞ്ഞു. പത്മം ASIയുടെ മുന്നിൽ കൈകൂപ്പി. സാറേ, എങ്ങനെയും പശുക്കളെ കണ്ടുപിടിച്ച് തരണേ. അല്ലെങ്കിൽ എനിക്കും മക്കൾക്കും ജീവിതമില്ല. ഞങ്ങളുടെ മുന്നിൽ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. അന്വേഷിക്കാമെന്ന് പറഞ്ഞില്ലേ? അനിഷ്ടത്തോടെ പറഞ്ഞിട്ട് പോലീസ് സംഘം പോയി. പത്മവും മക്കളും വീട്ടിലേക്കും മടങ്ങി. സമയം രാവിലെ 8:45. വല്ലീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾ ബസ്സിൽ കയറി കാത്തിരിക്കുകയാണ്. വിജയബാബു അസ്വസ്ഥനായി വാച്ചിൽ നോക്കുകയും സ്കൂൾ ഗേറ്റിന് നേർക്ക് കണ്ണയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരാൾ കൂടി വരാനുണ്ട്. തന്മയ. ഈ പെണ്ണെന്താ താമസിക്കുന്നത്? ഇന്നലെ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചതാ. അയാൾ ആരോടുന്നില്ലാതെ പിറുപിറുത്തു. അവൾ പാല് വിതരണം ചെയ്തിട്ട് വേണ്ടേ സാർ വരാൻ? കുട്ടികളിൽ ഒരാൾ അറിയിച്ചു. വിജയബാബു കനത്തിലൊന്ന് മൂളി. അപ്പോഴാണ് ഗേറ്റ് കടന്ന് സുഖദേവ് ബൈക്കിലെത്തിയത്. ബസ്സിനരികിൽ അയാൾ ബൈക്ക് നിർത്തി. എല്ലാവരും വന്നില്ലേ വിജയ് സാറേ? ഇല്ലെന്നേ, തന്മയ വന്നില്ല. സുഖദേവ് നെറ്റിച്ചുളിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ ആദ്യം എത്തേണ്ടത് അവളാണല്ലോ എന്ന് അയാൾ ഓർത്തു. അയാൾ ഫോണെടുത്ത് തന്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. ബെല്ലടിച്ച് നിന്നതേയുള്ളൂ. ഒരുപക്ഷെ അവൾ സ്കൂട്ടറിൽ വരികയായിരിക്കും. അല്ലെങ്കിൽ മത്സരത്തിന് പോകുന്നതിനാൽ ഫോൺ എടുത്തിട്ടുണ്ടാവില്ല, സുഖദേവ് കരുതി. ബൈക്കിൽ നിന്നിറങ്ങി സുഖദേവും ബസ്സിനരികിൽ നിന്നു. സമയം കടന്നു പോവുകയാണ്. ഇനി കൂടുതൽ വൈകിയാൽ കൃത്യസമയത്ത് മൂന്നാറിലെത്താൻ കഴിയില്ല. സുഖദേവ് വീണ്ടും വിളിച്ചു നോക്കി. അപ്പോഴും ഫോൺ ബെല്ലടിച്ചു നിന്നു. വിജയ് സാറേ, ഞാൻ വന്നിട്ടേ വണ്ടി വിടാവൂ, പറഞ്ഞിട്ട് അയാൾ തിടുക്കത്തിൽ ബൈക്കിൽ പാഞ്ഞുപോയി. കുണ്ടക്കാട് തന്മയുടെ വീട്ടിൽ സുഖദേവ് എത്തുമ്പോൾ മുറ്റത്തെ ഏതാനും പേർ നിൽപ്പുണ്ട്. പത്മവും മക്കളും തിണ്ണയിൽ തളർന്നിരിക്കുന്നു. എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന് അയാൾക്ക് ഉറപ്പായി. സുഖദേവിനെ കണ്ട് മുറ്റത്ത് നിന്നവർ ഭവ്യത ഭാവിച്ചു. പത്മവും മക്കളും എഴുന്നേറ്റു. തന്മയ സ്കൂളിൽ വരാൻ ഒരുങ്ങിയിട്ടില്ലെന്ന് അയാൾ ശ്രദ്ധിച്ചു. ഇവിടെ എന്തുണ്ടായി? തന്മയ എന്താ വരാഞ്ഞത്? അവിടെ എല്ലാവരും കാത്തിരിക്കുകയാ, അയാൾ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരാളാണ് കാര്യം പറഞ്ഞത്. ഏതാനും നിമിഷങ്ങൾ സുഖദേവനും മിണ്ടാനായില്ല. അവസാനം അയാൾ അവരെ ആശ്വസിപ്പിച്ചു. പശുക്കളെ മോഷ്ടിച്ചത് ആരാണെങ്കിലും കൂടുതൽ നേരം അവയെ ഒളിപ്പിക്കാൻ കഴിയില്ല. പോലീസ് കണ്ടുപിടിച്ചിരിക്കും. തന്മയെ വേഗം ഒരുങ്ങ്, ഇനി വൈകിക്കൂടാ. ഇല്ല സാർ, ഞാൻ മത്സരത്തിന് പോകുന്നില്ല. അവളുടെ ശബ്ദം ചിലമ്പി. അത് പറ്റത്തില്ല, നീ വരണം. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി നോക്കുന്നത് പോലീസാണ്. പകുതിക്ക് വെച്ച് നിന്റെ ഭാവി തടയപ്പെട്ടുകൂടാ, സുഖദേവ് നിർബന്ധിച്ചു. അവസാനം പത്മവും അയൽക്കാരും കൂടി അവളെ ഉപദേശിച്ചു. നീ പോയിട്ട് വാ മോളെ, ഒക്കെ വരുന്നത് പോലെ വരട്ടെ. അപ്പോൾ സുഖദേവിൻ്റെ ഫോൺ ശബ്ദിച്ചു. വിജയ് ബാബു സാർ. സാറേ, ഒരു 5 മിനിറ്റ്, ഞങ്ങൾ ഇപ്പോൾ എത്തും. സുഖദേവ് കാൾ മുറിച്ചു.
തന്മയെ കുളിക്കാനൊന്നും നിന്നില്ല. വേഗം വേഷം മാറി തലമുടി ചീകി ഒതുക്കി. പിന്നെ നേരത്തെ തന്നെ സാധനങ്ങൾ എടുത്തു വെച്ചിരുന്ന ബാഗ് എടുത്തു. അവൾ സ്കൂട്ടറിൽ കയറാൻ ഒരുങ്ങിയപ്പോൾ സുഖദേവ് തടഞ്ഞു. വേണ്ട, നീ എൻ്റെ പിന്നിൽ കയറിക്കോ. ഇപ്പോഴത്തെ മനസ്സോടെ നീ സ്കൂട്ടർ ഓടിച്ചാൽ ശരിയാവില്ല. ഒന്ന് മടിച്ചു നിന്ന് തന്മയ. ചെല്ലുമോളെ സാറിൻ്റെ കൂടെ. പത്മം കൂടി പറഞ്ഞതോടെ അവൾ സുഖദേവിൻ്റെ പിന്നിൽ കയറി. അയാൾ ബുള്ളറ്റ് ബൈക്ക് പറപ്പിച്ചു വിട്ടു. വഴിക്ക് അയാൾ അവളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. രാവിലെ നടന്നതൊക്കെ മറന്നുകൊണ്ട് വേണം ചിത്രം വരയ്ക്കാനിരിക്കാൻ. പശുക്കളെ തിരിച്ചു കിട്ടും. അക്കാര്യത്തിൽ നീ ഒട്ടും വിഷമിക്കണ്ട. തന്മയ മൂളി. സ്കൂൾ. സുഖദേവിൻ്റെ ബൈക്കിൽ നിന്ന് തന്മയ ഇറങ്ങിയപ്പോൾ വിജയ് ബാബുവിൻ്റെ മുഖം കറുത്തു. ഇന്നലെ എല്ലാം വിശദമായി പറഞ്ഞതല്ലേ, എന്നിട്ടും ഇവിടെ നിന്ന് ആൾ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോരണമായിരുന്നോടി. തന്മയ ഒന്ന് തേങ്ങി. പിന്നെ ബസ്സിലേക്ക് ഓടിക്കയറി. അവളെ ഒന്നും പറയണ്ട സാറേ. സുഖദേവ് വിജയ് ബാബുവിനോട് കാര്യം ചുരുക്കി പറഞ്ഞു. അയാളും വല്ലാതെയായി. ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല സാറേ. സാരമില്ല, വേഗം ചെല്ല്. AEO എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ സംസാരിച്ചോളാം. ശരി. തന്മയ ഒന്നും കഴിച്ചു കാണത്തില്ല. അങ്ങെത്തുമ്പോൾ വല്ലതും വാങ്ങിക്കൊടുക്കണേ. വിജയ് ബാബു ബസ്സിലേക്ക് കയറുന്നതിനിടയിൽ സുഖദേവ് ഓർമ്മപ്പെടുത്തി. അതൊക്കെ ഞാൻ ചെയ്തോളാം, വണ്ടി വിട്ടോ. വിജയ് ബാബു തിരിഞ്ഞ് ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. ബസ് ഗേറ്റ് കടന്നു പോയി. സ്കൂൾ സജീവമാവുകയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ എത്തിത്തുടങ്ങി. സ്റ്റാഫ് റൂം, വിദ്യ ടീച്ചറും മറ്റും സുഖദേവിൻ്റെ അടുത്തെത്തി. മാനേജർ രാവിലെ വരുമെന്നല്ലേ സാറേ പറഞ്ഞത്? ഇനി എന്തൊക്കെയാവും? എന്തായാലും സാരമില്ല ടീച്ചറെ. മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ അഭിജിത്ത് കാണിച്ചതിനൊക്കെ എക്സൈസുകാരും സാക്ഷികളല്ലേ. സുഖദേവ് ചിരിച്ചു. വിദ്യ ശബ്ദം താഴ്ത്തി. ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഖദേവ് തലയാട്ടി. ഫസ്റ്റ് ബെല്ലും സെക്കൻഡ് ബെല്ലും മുഴങ്ങി. പക്ഷേ ഹയർ സെക്കൻഡറിയിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ക്ലാസ്സിൽ കയറാതെ മുറ്റത്തും വരാന്തയിലുമൊക്കെ നിന്നതേയുള്ളൂ. അധ്യാപകരും പ്രിൻസിപ്പലുമൊക്കെ അവരോട് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞെങ്കിലും അനുസരിച്ചില്ല. അവസാനം പ്രിൻസിപ്പലിന് ദേഷ്യം വന്നു. നിന്നോടൊക്കെയല്ലടാ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്. ആദ്യം ഇന്നലത്തെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകട്ടെ സാറേ. സ്കൂൾ ലീഡർ ലിനേഷ് പ്രിൻസിപ്പലിൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ബാബുരാജ് അവനെ തുറച്ചു നോക്കി. എന്തു കാര്യം? ഇന്നലെ സുഖദേവ് സാർ അഭിജിത്തിൻ്റെ തല ഭിത്തിയിലിടിച്ച് പൊട്ടിച്ചില്ലേ, അത്? എടാ, അതവൻ സ്വയം ചെയ്തതാ. ലിനേഷ് തലവെട്ടിച്ചു. ഞങ്ങളത് വിശ്വസിക്കണോ? ബാബുരാജ് ദേഷ്യം കടിച്ചമർത്തി. നിങ്ങൾക്ക് അവൻ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ വിശ്വാസം? സാറുമാരുടെ ഭാഗത്തല്ലേ നിൽക്കൂ. കുട്ടികളെ ഇപ്പോൾ ചൂരൽ കൊണ്ടുപോലും തല്ലിക്കൂടാ എന്നറിയാമല്ലോ. അതുകൊണ്ട് ഇതിനൊരു തീരുമാനമുണ്ടായിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ കയറിക്കോളാം. പ്രിൻസിപ്പലിൻ്റെ ചുറ്റും കുട്ടികൾ ഇരച്ചു കൂടി നിൽക്കുകയാണ്. അവരെ ആരോ ഇളക്കി വിട്ടിരിക്കുകയാണെന്ന് ആ നിമിഷം പ്രിൻസിപ്പൽ ബാബുരാജിന് മനസ്സിലായി. സ്റ്റാഫ് റൂമിലിരുന്ന് സുഖദേവ് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താൻ ഇടപെട്ടാൽ രംഗം കൂടുതൽ വഷളാകുമെന്ന് അയാൾക്കറിയാം. പ്രയറിൻ്റെ ബെൽ മുഴങ്ങി. ആ സെക്കൻഡിൽ കുട്ടികൾ കൂക്കി വിളിക്കാൻ തുടങ്ങി. പ്രിൻസിപ്പൽ മാനേജർക്കും PTA പ്രസിഡന്റിനും ഫോൺ ചെയ്തു. അപ്പോഴേക്കും NCC വിദ്യാർത്ഥികൾ സുഖദേവിൻ്റെ പക്ഷം പിടിച്ച് മറ്റ് വിദ്യാർത്ഥികളോട് ഇടഞ്ഞു. സാർ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അത് നീയൊക്കെ പറഞ്ഞാൽ പോരല്ലോ. എതിർപക്ഷം. രംഗം വഷളാവുകയാണ്. സുഖദേവ് അവിടേക്ക് വന്നു. നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അയാൾ NCC കാഡറ്റുകളെ പിന്തിരിപ്പിച്ചു. മറ്റുള്ളവർ സുഖദേവനെ കൂക്കി വിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവർ സമരത്തിനുള്ള പുറപ്പാടായി. ആ സമയത്താണ് വല്ലീശ്വരൻ ധർമ്മരാജൻ്റെ വരവ്. അയാളെ കണ്ടതും കുട്ടികൾ ഒന്ന് പരുങ്ങി. കയറിപ്പോകനട ക്ലാസ്സിൽ. ഹാഫ് ഷൂസ് അണിഞ്ഞ കാൽ തറയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അയാൾ ശബ്ദമുയർത്തി. അല്ല സാർ, ഇന്നലത്തെ സംഭവം. കുട്ടികളുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞു. സംഭവമൊക്കെ അന്വേഷിക്കാൻ ഞങ്ങളുണ്ട്. അല്ലെങ്കിൽ പോയി നിൻ്റെയൊക്കെ അച്ഛന്മാരെ ഇങ്ങ് വിളിച്ചോണ്ട് വാടാ. അയാളുടെ മുഖം ചുവന്നു. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് വന്ന് പഠിച്ചുകൊണ്ട് പോയിക്കണം, അല്ലെങ്കിൽ നീയൊക്കെ എൻ്റെ തനിനിറം അറിയും. കുട്ടികൾ പതുക്കെ പിൻവലിയാൻ തുടങ്ങി. അതാണ് വല്ലീശ്വരൻ ധർമ്മരാജ്. കേട്ടാൽ വിശ്വസിക്കില്ല ആരും. മുമ്പ് ചില രക്ഷിതാക്കളെ തല്ലിയ ചരിത്രവുമുണ്ട് അയാൾക്ക്. അത് എല്ലാവർക്കും അറിയാം. കുട്ടികൾ ക്ലാസ്സിൽ കയറി. ക്ലാസ് നടക്കട്ടെ, ധർമ്മരാജ് പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചു. പിന്നെ ഓഫീസ് റൂമിൽ കയറിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ കലാധരനും സുരേഷിൻ്റെയും മിഥുൻ്റെയും രക്ഷിതാക്കളും എത്തി. തെളിവെടുപ്പിൻ്റെ ഭാഗമായി സുഖദേവിനെ കൂടി ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ധർമ്മരാജ് ആദ്യം സുഖദേവിന് പറയാനുള്ളത് ക്ഷമയോടെ കേട്ടു. പിന്നെ തോട്ടൻ രാജനടക്കം 3 വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളുടെ ഭാഗം കേട്ടു. സുഖദേവ് തൻ്റെ മകനെ ആക്രമിച്ചു എന്നതിൽ തോട്ടൻ രാജൻ ഉറച്ചു നിന്നു. രാജശേഖര, ഞാനൊന്ന് പറയട്ടെ. കലാധരൻ അയാളെ ശാന്തനാക്കുന്നതിനായി ഭാവിച്ചു. ഇക്കാര്യത്തിൽ ഡോക്ടർ ഒന്നും പറയണ്ട. എൻ്റെ മോനെ തല്ലിയ അധ്യാപകനെതിരെ നടപടിയെടുത്തേ പറ്റൂ. അയാൾ തീർത്തു പറഞ്ഞു. നിങ്ങളുടെ മക്കളെന്തിയേ? ധർമ്മരാജ് സുരേഷിൻ്റെയും മിഥുൻ്റെയും പിതാക്കന്മാർക്ക് നേരെ തിരിഞ്ഞു. വണ്ടിയിലുണ്ട്, ഇങ്ങോട്ട് വിളിക്കേ. മിഥുനും സുരേഷും ഓഫീസിലെത്തി. നിങ്ങൾ കണ്ടോ അഭിജിത്തിനെ സാറ് തല്ലുന്നത്? ധർമ്മരാജ് തിരക്കി. കണ്ടു സാർ, ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് തല്ലിയത്. സുരേഷ് പതർച്ച കൂടാതെ അറിയിച്ചു. ഞാൻ തല്ലിയോടാ. സുധേവ് ഇടയ്ക്ക് കയറി. തല്ലി. ഇരുവരും തീർത്തു പറഞ്ഞു. താൻ മിണ്ടണ്ട. ധർമ്മരാജ് സുഖദേവിൻ്റെ നേർക്ക് കൈ ഉയർത്തി. സുഖദേവ് നിശബ്ദനായി. എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചാൽ സത്യമറിയാം, പ്രിൻസിപ്പൽ പറഞ്ഞു. എക്സൈസുമായി ഞാൻ സംസാരിച്ചു. അവർ ഒന്നും കണ്ടില്ലെന്നാണ് പറഞ്ഞത്. അവർ വരുന്നതിന് മുമ്പായിരുന്നു പോലും സംഭവം. അത് കേട്ട് സുഖദേവ് ഞെട്ടി.
അവരും മലക്കം മറിഞ്ഞിരിക്കുന്നു. ഇവർ കഴിഞ്ഞ രാത്രിയിൽ ഒരു നാടകീയ നീക്കം നടത്തിയിട്ടുണ്ട്. നിസ്സഹായഭാവത്തിൽ പ്രിൻസിപ്പൽ സുഖദേവിനെ നോക്കി. ഈ സാറിൻ്റെ പേരിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിക്കട്ടെ. തോട്ടൻ രാജൻ ധർമ്മരാജനെ നോക്കി കണ്ണിറക്കി. എന്തായാലും എൻ്റെ സ്കൂളിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സുഖദേവായി ധർമ്മരാജ് വിളിച്ചു. സാർ, അയാൾ കാതു കൂർപ്പിച്ചു. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണെന്നറിയാം. അതുകൊണ്ട് തൽക്കാലം തനിക്ക് ഞാൻ മെമ്മോ തരികയാണ്. പറയാനുള്ളത് മുഴുവൻ തനിക്ക് മറുപടിയായി എഴുതിത്തരാം. ബാക്കി കാര്യങ്ങൾ പിന്നീട്. സാർ, ഞാൻ സുഖദേവൻ്റെ സ്വരം വിറച്ചു. അത് ശ്രദ്ധിക്കാതെ മാനേജർ രക്ഷിതാക്കളെ നോക്കി. എൻ്റെ തീരുമാനം ഉണ്ടാകും വരെ നിങ്ങൾ മറ്റു നടപടികളിലേക്ക് നീങ്ങിക്കൂടാ. ഇവിടെ ക്ലാസ്സുകൾ മുടക്കം കൂടാതെ നടക്കണം. അല്ലെങ്കിൽ അയാൾ പകുതിക്ക് നിർത്തി. പെട്ടെന്ന് സ്കൂൾ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയ ASIയും സംഘവും ഓഫീസിലെത്തി. എന്താ? ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിലുണ്ട്. അവൻ്റെ മൊഴിയെടുത്തിട്ട് വരികയാണ് ഞങ്ങൾ. സുഖദേവ് എന്ന അധ്യാപകനെ ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുക്കണം. അയാൾ പറഞ്ഞത് കേട്ട് സുഖദേവ് നടുങ്ങി. കഥ തുടരും.